പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് ആദ്യം തന്നെ കടക്കുമ്പോൾ PSC നിയമനത്തിന് CPM കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടൂളി കോഴ വാങ്ങിയെന്ന ആരോപണത്തിൽ പാർട്ടിക്ക് പരാതി ലഭിച്ചിട്ടില്ലെന്ന് ജില്ലാ സെക്രട്ടറി P മോഹനൻ ന്യൂസ് 8നോട്. അങ്ങനെ ഒരു അറിവേയില്ലെന്നും മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന കോലാഹലമാണെന്നുമായിരുന്നു ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണം. മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ പിറകെ കൂടി വേട്ടയാടാൻ തുടങ്ങിയിട്ട് നാളേറെയായെന്നും P മോഹനൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ആദ്യം. അതൊന്നും ഞങ്ങൾ അറിവിലില്ലാത്ത ഇങ്ങനെ ഒരു പരാതി വന്നിട്ടുണ്ട് അങ്ങനെ ഒരു അറിവേ ഞങ്ങൾക്കില്ല. ഒരു അറിവേ ഇല്ല. അറിയാവുന്ന കാര്യങ്ങൾ ചോദിച്ചാൽ പറയാം. 2 ദിവസമായിട്ട് ഈ ചർച്ചകൾ വലിയ അതൊക്കെ നടന്നോളും. അതൊക്കെ നിങ്ങൾ ഉണ്ടാക്കുന്ന കൊലാകലല്ലേ. ഞങ്ങൾക്ക് യാതൊരു അറിവില്ല. ഇങ്ങനെ ഒരു ഏരിയ കമ്മിറ്റിയെ കുറിച്ചൊരു പരാതി ലഭിച്ചിട്ടേ ഇല്ല. എനിക്കൊരു അറിവില്ലെന്ന് പറഞ്ഞില്ലേ. ഒരറിവില്ല. ഈ വാർത്തകളൊക്കെ ഒരു അടിസ്ഥാനം അതൊക്കെ നിങ്ങൾ നോക്കിക്കൊള്ളുക. അറിവില്ലാത്ത കാര്യത്തെ സംബന്ധിച്ച് അറിയാവുന്ന കാര്യങ്ങൾ ചോദിച്ചാൽ പറയാം. ഇതിപ്പോ പാർട്ടി സമിതിയെ നിയോഗിച്ചെന്നൊക്കെ പറഞ്ഞാണ് ഇന്നലെ വാർത്ത. അറിവില്ല എന്ന് പറഞ്ഞില്ലേ. അറിയില്ല. ഈ മന്ത്രി റിയാസ് ഒരു പരാതി പാർട്ടിക്ക് തന്നിട്ടുണ്ടോ എന്തെങ്കിലും വിഷയമായി? എനിക്കിതൊന്നും അറിയില്ല. നിങ്ങൾ റിയാസിന്റെ പിന്നാലെ കൂടി വേട്ടയാടാൻ തുടങ്ങിയിട്ട് കുറെ കാലമായല്ലോ. അതെ, അതൊന്നും ഏശാൻ പോകുന്നില്ല. ഇത് സംബന്ധിച്ചൊന്നും എനിക്ക് യാതൊരു അറിവില്ല. അറിയാവുന്ന കാര്യങ്ങൾ എന്തുകൊണ്ട് ചോദിക്കും, വേറെ എന്തെങ്കിലും. അതെ, അത് നിങ്ങൾ ഉണ്ടാക്കുന്ന കോലാഹലം. അതിന്റെ പിന്നാലെ നിങ്ങൾ പോയിക്കോളുക. ഞങ്ങൾക്ക് വേറെ പണിയുണ്ട്. അല്ലെങ്കിൽ പ്രമോദ് കോട്ടൂളിയുമായി ബന്ധപ്പെട്ട് ഒരു പരാതിയും പാർട്ടിക്ക് ലഭിച്ചിട്ടില്ല. MS അനീഷ് കുമാർ വിവരങ്ങളുമായി ചേരുന്നു. അനീഷ്, ഈ എനിക്കൊന്നും അറിയില്ല എന്നത് ഇപ്പോൾ പാർട്ടിയുടെ ഒരു മുദ്രാവാക്യമായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണോ? കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, മുഹമ്മദ് റിയാസും ഇതേ മറുപടിയായിരുന്നു. എനിക്കൊന്നും അറിയില്ല എന്ന് അദ്ദേഹം പറയുന്നു. ഇപ്പോൾ ഇതാ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി പറയുന്നു എനിക്കൊന്നും അറിയില്ല, ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല എന്ന്. എന്തൊക്കെയാണ് പ്രധാനമായും അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹം ഒന്നും അറിയില്ല അല്ലേ? തീർച്ചയായും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് CPMന്റെ ജില്ലാ ഘടകത്തിന്റെ ആദ്യത്തെ പ്രതികരണമാണിത്. ഇതുവരെ ഇവർ ഈ വിഷയത്തെ ഒരു തരത്തിലും അഡ്രസ്സ് ചെയ്തിരുന്നില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ചാൽ പ്രതികരിക്കുകയോ ഫോണിൽ പോലും ലഭ്യമായിരുന്നില്ല. CPM ജില്ലാ സെക്രട്ടറി തന്നെ ഇക്കാര്യത്തിൽ ന്യൂസ് 8നോട് കാര്യം പറഞ്ഞിരിക്കുന്നു. പാർട്ടിക്ക് ഈ ആരോപണങ്ങൾ സംബന്ധിച്ച് ഒരു തരത്തിലുമുള്ള പരാതി ഇതുവരെയും ലഭിച്ചിട്ടില്ല എന്ന് ആണ് അദ്ദേഹം അല്പസമയം മുമ്പ് നമ്മോട് പറഞ്ഞിരിക്കുന്നത്. ഇത്തരമൊരു ആരോപണത്തെക്കുറിച്ച്, അതായത് കോഴ ആരോപണത്തെക്കുറിച്ച് ഒരു അറിവും തനിക്കില്ല എന്നും പറയുന്നു. ഒപ്പം ഈ വിഷയങ്ങളെല്ലാം മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന കോലാഹലം മാത്രമാണ് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. റിയാസിന്റെ പുറകെ, അതായത് മന്ത്രി മുഹമ്മദ് റിയാസ് പാർട്ടിക്ക് ഒരു പരാതി നൽകിയതായി നേരത്തെ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. എന്നാൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും തനിക്കൊരു അറിവുമില്ല, ഇത്തരം ഒരു പരാതിയും ലഭിച്ചിട്ടില്ല. റിയാസിന്റെ പുറകെ നിങ്ങൾ കൂടിയിട്ട് ഒരുപാട് നാളായല്ലോ, അത് വെറുതെ കൂടിക്കൊള്ളൂ, ഞങ്ങൾക്ക് ഞങ്ങളുടെ പണിയുണ്ട്, നിങ്ങൾ നിങ്ങളുടെ പണി നോക്കിക്കൊള്ളൂ എന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞാണ് അദ്ദേഹം മാറിയിരിക്കുന്നത്. എന്തായാലും ഈ ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്ക് തനിക്ക് കുറിച്ചൊന്നും അറിയില്ല, ഒരു പരാതി ലഭിച്ചിട്ടില്ല എന്നും പറയുന്നു. നേരത്തെ തന്നെ ഉയർന്നിരുന്നു ഈ പരാതി പണം മടക്കി നൽകിയ ശേഷം ഒത്തീർപ്പായി എന്നടക്കം ഈ ലീഗ് നേതാവ് PK ഫിറോസ് അടക്കം ആരോപണം ഉന്നയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ തുടർ നടപടികളിലേക്കോ തുടർ ചർച്ചകളിലേക്കോ ഒന്നും CPM കടക്കില്ല എന്ന തലത്തിലുള്ള വിലയിരുത്തലും ഉണ്ടായിരുന്നു. എന്തായാലും CPMന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഇപ്പോൾ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ എത്തിയിട്ടുണ്ട്. അവൈലബിൾ ആയ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഇന്ന് യോഗം ചേരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വിഷയം പൂർണ്ണമായി ചർച്ച ചെയ്യുന്നതിനാണോ അതോ മാധ്യമങ്ങളിൽ 2 ദിവസമായി ഉയർന്നു നിൽക്കുന്ന ഈ വിഷയങ്ങളിൽ എന്ത് പ്രതികരണം പാർട്ടി നൽകണം എന്നത് സംബന്ധിച്ചാണോ ചർച്ചയെന്ന് നമുക്ക് ഇപ്പോഴും വ്യക്തമായ ധാരണയില്ല. എന്തായാലും CPM ജില്ലാ സെക്രട്ടറി പാർട്ടി ഓഫീസിലുണ്ട്. മറ്റ് സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, ഈ വൈസ് ചെയർ നഗരസഭ ഡെപ്യൂട്ടി മേയർ മുസാഫർ അഹമ്മദ് അടക്കമുള്ള ആളുകൾ, മറ്റ് സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ എന്നിവരൊക്കെ ഈ പാർട്ടിയിലെ ഓഫീസിലേക്ക് എത്തിയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. എന്തായാലും എന്താണ് പാർട്ടിയുടെ അടുത്ത നീക്കം എന്ന് കൃത്യമായും ഒരുപക്ഷെ ഈ യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് ജില്ലാ സെക്രട്ടറി വിശദീകരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ പൂർണ്ണമായും CPM ജില്ലാ സെക്രട്ടറി ഇത്തരം ഈ കോഴ വിവാദം തള്ളിക്കളഞ്ഞതിന്റെ രംഗത്തെത്തിയിരിക്കുന്നു. ഇത് സംബന്ധിച്ച ഒരു പരാതിയും പാർട്ടിക്ക് ലഭിച്ചിട്ടില്ല, ഇത് സംബന്ധിച്ച ഒരറിവും പാർട്ടിക്കില്ല എന്നാണ് പറയുന്നത്. നേരത്തെ ഈ ആരോപണ വിധേയനായ പ്രമോദ് കോട്ടൂളിയുമായി നമ്മൾ ബന്ധപ്പെട്ടപ്പോഴും അദ്ദേഹവും പറയുന്നത് ഇത്തരമൊരു ആരോപണം ഇല്ല, അടിസ്ഥാനരഹിതമാണ്, പരാതിയുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പരസ്യമായി രംഗത്ത് വരട്ടെ, ഇത് സംബന്ധിച്ച് ശബ്ദരേഖ ഉണ്ടെങ്കിൽ പുറത്തുവിടട്ടെ. പാർട്ടി ഇത് സംബന്ധിച്ച ഒരു ആശയവിനിമയം താനുമായി ഇതുവരെ നടത്തിയിട്ടില്ല. ജില്ലാ കമ്മിറ്റിയോ ഏരിയ കമ്മിറ്റിയോ ലോക്കൽ കമ്മിറ്റിയോ ഒന്നും ഇതുവരെ യാതൊരു വിശദീകരണം തേടിയിട്ടില്ല, ഇത് സംബന്ധിച്ച ഒരു കത്ത് നൽകിയിട്ടില്ല, ഇത് സംബന്ധിച്ച ഒരു ചോദ്യവും ചോദിച്ചിട്ടില്ല എന്നും വ്യക്തമാക്കുകയും ചെയ്തു. എന്തായാലും ജില്ലാ സെക്രട്ടറിയും ഇത്തരമൊരു വിവാദം ഇല്ല എന്ന് തന്നെയാണ്
കുറ്റം മുഴുവൻ കെട്ടിവെക്കാൻ പാർട്ടി ശ്രമിക്കുന്ന അതേ സമയത്ത് പോലും പക്ഷേ ഈ പ്രമോദ് കോട്ടൂളി ഇത്തരത്തിൽ കോഴ വാങ്ങി എന്ന് ആദ്യം യഥാർത്ഥത്തിൽ പരാതി നൽകിയത് പാർട്ടിക്ക് എന്നല്ലേ ഈ ഡോക്ടർമാരിൽ നിന്നും അറിയാൻ സാധിച്ചത്? അങ്ങനെ കൃത്യമായ ഒരു പരാതിക്കാരി ഇതുവരെ രംഗത്ത് വന്നിട്ടില്ല എന്നതാണ് വസ്തുത. അല്ലെങ്കിൽ ഈ പറയുന്ന വനിതാ ഡോക്ടർ ഇതുവരെ ഈ കാര്യങ്ങളുമായി ആരോടെങ്കിലും സഹകരിക്കുന്ന ഒരു രീതിയിലുള്ള പ്രവർത്തനം, അവരൊരു പാർട്ടി കുടുംബമാണ് എന്ന വിവരങ്ങളാണ് പുറത്തു വന്നത്. അവർ ഇതുവരെ പരസ്യമായി ആരാണ് എന്ന കാര്യം കൃത്യമായി പുറത്ത് പറഞ്ഞിട്ടില്ല എന്നതാണ് വസ്തുത. ഒപ്പം ഈ പരാതി പുറത്തു വന്നപ്പോൾ 2 പ്രതികരണങ്ങൾ ശ്രദ്ധേയമായി വന്നു. ഒന്ന്, ഇന്നലെ നിയമസഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഷംസുദ്ദീൻ MLA ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അതിന്റെ മറുപടിയെ അദ്ദേഹം ഇത്തരമൊരു ആരോപണം വന്നിട്ടില്ല എന്ന് പൂർണ്ണമായി തള്ളുകയല്ല ചെയ്തത്. മറിച്ച് ഇത്തരം നിരവധി തട്ടിപ്പുകൾ ഈ PSC എന്ന ഭരണഘടനാ സ്ഥാപനത്തെ അസ്ഥിരമാക്കാനായി നടക്കുന്നുണ്ട്. അവയൊക്കെ ഫലപ്രദമായി തന്നെ സർക്കാർ നേരിടും. ഏതെങ്കിലും സ്വാധീനങ്ങൾക്കോ സമ്മർദ്ദങ്ങൾക്കോ ഒന്നും വഴങ്ങിയല്ല PSCയിൽ നിയമനങ്ങൾ നടത്തുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. പിന്നീട് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററോടും ആലപ്പുഴയിൽ വെച്ച് ഇക്കാര്യത്തിൽ പ്രതികരണം ചോദിച്ചപ്പോൾ അദ്ദേഹവും പറഞ്ഞത് എന്തെങ്കിലും മോശമായ പ്രവണതകൾ ഉണ്ടെങ്കിൽ അത് അന്വേഷിച്ച് പാർട്ടി നടപടിയെടുക്കുമെന്നാണ്. അവിടെയും ഒരു പൂർണ്ണമായ തള്ളൽ പാർട്ടിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. അത് മാത്രമല്ല, പാർട്ടി നേതാക്കൾക്ക് പണത്തോട് താല്പര്യം കൂടുന്നു എന്നുള്ള ഒരു പരാമർശം കൂടി സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായും അത്തരം വിമർശനങ്ങളൊക്കെ ഒരു വശത്ത് നിൽക്കുമ്പോഴാണ് ജില്ലാ ഘടകം പൂർണ്ണമായി ഈ വിഷയം അല്ലെങ്കിൽ ഈ വിവാദം തുടങ്ങിയപ്പോൾ 2 ദിവസം പിന്നിടുന്നു. 2 ദിവസവും CPMന്റെ ഒരു ഔദ്യോഗികമായ വിശദീകരണം ഇക്കാര്യത്തിൽ ലഭിച്ചിട്ടില്ല. പല തലത്തിൽ ഇത്തരത്തിൽ പ്രതികരണത്തിനായി മാധ്യമങ്ങൾ ആരാഞ്ഞിരുന്നു. പക്ഷേ അവിടെയെങ്ങും ഒരു പ്രതികരണം നൽകാതെ കൃത്യമായ മൗനം പാലിക്കുകയാണ് CPM ചെയ്തത്. എന്നാൽ ഇന്ന് CPM ജില്ലാ സെക്രട്ടറി കൃത്യമായി പറയുന്നു, തങ്ങൾക്ക് ഇത്തരമൊരു പരാതി ലഭിച്ചിട്ടില്ല. ഈ വാദം മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന കോലാഹലമാണ്. ഈ സംഭവത്തെക്കുറിച്ച് ഒരു അറിവുമില്ല. മുഹമ്മദ് റിയാസ് പരാതി നൽകിയിട്ടില്ല. മുഹമ്മദ് റിയാസിനെ വേട്ടയാടാൻ തുടങ്ങിയിട്ട് കുറച്ച് അധികം നാളുകളായി എന്നൊക്കെ അദ്ദേഹം പറയുമ്പോൾ ആദ്യമായി CPM പൂർണ്ണമായി ഈ വിവാദത്തെ തള്ളിപ്പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുന്നു. കോഴ ആരോപണത്തെ തന്നെ തള്ളിപ്പറഞ്ഞ് CPM ജില്ലാ കമ്മിറ്റി അല്ലെങ്കിൽ ജില്ലാ സെക്രട്ടറി രംഗത്തെത്തിയിരിക്കുന്നു എന്നതാണ് ഈ വാർത്തയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഇനിയിപ്പോൾ ഈ വിഷയത്തെ ചൊല്ലിയുള്ള ചർച്ചകൾ പാർട്ടിയിൽ നടക്കുമോ, എന്തെങ്കിലും നടപടികൾ ഉണ്ടാവുമോ, മറ്റു വിശദീകരണങ്ങൾ ഉണ്ടാവുമോ എന്നീ കാര്യങ്ങളൊന്നും അറിയില്ല. എന്തായാലും ഇത് CPM ഈ വിവാദത്തെ തള്ളിയിരിക്കുന്നു. CPM ജില്ലാ കമ്മിറ്റി ഇങ്ങനൊരു പരാതി ഇല്ലെന്ന് അസന്നിഗ്ധമായി വ്യക്തമാക്കിയിരിക്കുന്നതാണ് ഈ വിഷയത്തിൽ ഏറ്റവും ഒടുവിൽ നൽകാൻ കഴിയുന്ന വിവരം. എന്തായാലും ലഭ്യമായ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഈ പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് ഇപ്പോൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അവർ യോഗം ചേരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പൂർണ്ണ തലത്തിലുള്ള ഒരു സെക്രട്ടേറിയറ്റ് യോഗമായി അല്ല നടത്തുന്നത്. ഒരുപക്ഷെ ഈ നിലവിലെ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തുകയായിരിക്കും. പ്രത്യേകിച്ചും ഈ വിവാദം 2 ദിവസമായി കോഴിക്കോട് പാർട്ടി ഘടകത്തെ പ്രതിക്കൂട്ടിലാക്കി നടത്തുന്ന ചർച്ചകളാണ് നടക്കുന്നത്. അക്കാര്യത്തിൽ എന്ത് വിശദീകരണം നൽകണം, ഏത് നിലപാട് ഇക്കാര്യത്തിൽ സ്വീകരിക്കണമെന്ന കാര്യത്തിൽ ഒരു കൃത്യമായ ചർച്ച ഒരുപക്ഷെ ഇന്നത്തെ ഈ അവൈലബിൾ സെക്രട്ടേറിയറ്റിൽ ഉണ്ടാവുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പാർട്ടിയുടെ ഒരു ഔദ്യോഗിക നിലപാട് ഇതിനുശേഷം വിശദീകരിക്കുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും നിലവിൽ ഈ കോഴ ആരോപണം CPM പൂർണ്ണമായി തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നതാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ നൽകാൻ കഴിയുന്ന വിവരം. ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാതിയില്ല, ഇതുമായി ബന്ധപ്പെട്ട ഒരു അറിവും പാർട്ടിക്കില്ല എന്നാണ് CPM കോഴിക്കോട് ജില്ലാ ഘടകം വ്യക്തമാക്കുന്നത്. ഭവ്യ, തീർച്ചയായും PSC നിയമനത്തിന് CPM കോഴിക്കോടുള്ള നേതാവ് കോഴ വാങ്ങിയെന്ന ആരോപണം പൂർണ്ണമായി തള്ളുകയാണ് പാർട്ടി ജില്ലാ സെക്രട്ടറി. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റ് ദേശീയ വാർത്തയിലേക്ക്, ഇന്റർനാഷണൽ വാർത്തയിലേക്ക് കടക്കുമ്പോൾ റഷ്യൻ സേനയുടെ കൂടെയുള്ള ഇന്ത്യക്കാരെ തിരിച്ചയക്കാൻ ധാരണ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള കൂടിക്കാഴ്ചയിലാണ് ധാരണയായത്. യുക്രൈന്റെ പരമാധികാരം റഷ്യ അംഗീകരിക്കണമെന്ന നിർദ്ദേശം ഇന്ത്യ മുന്നോട്ട് വയ്ക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് അമേരിക്ക പ്രതികരിച്ചു. രാകേഷ് വിശദാംശങ്ങളുമായി ചേരുന്നു. രാകേഷ്, ഏറ്റവും പ്രധാനമായി ഇന്ത്യ റഷ്യ ഉച്ചകോടിയുമായി ബന്ധപ്പെട്ടാണ് പ്രധാനമന്ത്രി ഇപ്പോൾ മോസ്കോയിലെത്തിയിരിക്കുന്നത്. അവിടെ നടന്ന ചർച്ചയിൽ ഏറ്റവും പ്രധാനമായി റഷ്യൻ സേനയുടെ കൂടെയുള്ള ഇന്ത്യക്കാരെ തിരിച്ചയക്കാൻ ധാരണയായി എന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം പുടിൻ അംഗീകരിച്ചു അല്ലേ? ഭവ്യ, ഇന്ത്യയെ സംബന്ധിച്ച് ആശ്വാസകരമായ വാർത്തയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് റഷ്യൻ സേനയ്ക്ക് ഒപ്പം അകപ്പെട്ട ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കാൻ, പൂർണ്ണമായും തിരിച്ചെത്തിക്കാൻ ധാരണയായിരിക്കുന്നു. ഇന്നലെ രാത്രി അത്താഴ വിരുന്നിലാണ് ഇത് സംബന്ധിച്ച ധാരണയായത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത്താഴ വിരുന്നിനിടെ ഈ വിഷയം ഉന്നയിക്കുകയായിരുന്നു. അതിന് അനുകൂലമായ നിലപാട്
റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സ്വീകരിച്ചു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഏതായാലും മറ്റൊരു നിർദ്ദേശം കൂടി ഇന്ത്യ മുന്നോട്ട് വെച്ചത് ഇത്തരത്തിലുള്ള റിക്രൂട്ട്മെന്റ് തടയാൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കാരണം ഇത്തരത്തിൽ വ്യാജ റിക്രൂട്ട്മെന്റ് ഏജൻസിയുടെ അകപ്പെട്ടുകൊണ്ടാണ് നിരവധി ഇന്ത്യക്കാർ റഷ്യയിലേക്ക് എത്തേണ്ടി വന്നതും അവിടെ സൈന്യത്തിന്റെ ഭാഗമായി അല്ലെങ്കിൽ സൈന്യത്തെ സഹായിക്കാൻ നിർബന്ധിതരാവുകയും ചെയ്തത്. ഇത്തരത്തിൽ റഷ്യയിലകപ്പെട്ട സൈന്യത്തെ സഹായിക്കാൻ നിർബന്ധിതരായ 4 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടു. മലയാളികളടക്കം സമാനമായ സാഹചര്യത്തിൽ ദുരിതം അനുഭവിച്ചിരുന്നു. പ്രത്യേകിച്ച് തിരുവനന്തപുരം അഞ്ചുതെങ്ങ് സ്വദേശികളായ 4 പേർ ഇതുപോലെ റഷ്യൻ സേനയ്ക്ക് വേണ്ടി യുക്രൈനുമായുള്ള യുദ്ധമുഖത്ത് പ്രവർത്തിച്ചവരാണ്. അവർ പിന്നീട് മടങ്ങി വന്നു. അപ്പോൾ സമാനമായ സാഹചര്യം നേരിട്ട പലരും ഉണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ വിഷയം അടിയന്തര പ്രാധാന്യത്തോടു കൂടി ഏതായാലും ഉന്നയിച്ചത്. നിലവിൽ പലരും ഇപ്പോഴും ഇന്ത്യയിലേക്ക് സ്വന്തം രാജ്യത്തേക്ക് മടങ്ങിയെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും 35 മുതൽ 45-ലധികം വരെ ഇന്ത്യക്കാർ റഷ്യയിൽ തന്നെ കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. അതുകൊണ്ട് തന്നെ അവരെ എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം എന്നൊരാവശ്യമാണ് ഈ കൂടിക്കാഴ്ചയിൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഏതായാലും ഇന്നാണ് ഉച്ചകോടി, ഇന്ത്യ റഷ്യ ഉച്ചകോടി നടക്കുന്നത്. വിവിധ വിഷയങ്ങൾ ഈ ഉച്ചകോടിയിൽ ചർച്ചയാവുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ റഷ്യയിലെ ഇന്ത്യൻ സമൂഹത്തിന്റെ പ്രതിനിധികളുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഏതായാലും പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനത്തെ ആശങ്കയോടുകൂടിയാണ് അമേരിക്ക കാണുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യ അമേരിക്കയുടെ തന്ത്രപരമായ പങ്കാളിയാണെന്ന് അവർ ആവർത്തിക്കുമ്പോൾ പോലും ഈ സന്ദർശനത്തെ ആശങ്കയോടുകൂടിയാണ് അമേരിക്ക കാണുന്നത്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി വ്ളാഡിമിർ പുടിനുമായുള്ള കൂടിക്കാഴ്ചയിൽ യുക്രൈൻ വിഷയം ഉന്നയിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ് ഇപ്പോൾ അമേരിക്ക വ്യക്തമാക്കുകയും ചെയ്തത്. അതായത് ഉക്രൈൻ്റെ പരമാധികാരം പാലിക്കാൻ റഷ്യ നിർബന്ധരാകണം, അത്തരമൊരു നിർദ്ദേശം ഇന്ത്യ മുന്നോട്ട് വെച്ചേക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ് ഇപ്പോൾ ഏതായാലും അമേരിക്ക വ്യക്തമാക്കുന്നത്. ഏതായാലും 2 ദിവസത്തെ റഷ്യൻ പര്യടനം ഇന്ന് പൂർത്തിയാകും. അതിനുശേഷം പ്രധാനമന്ത്രി ഓസ്ട്രിയയിലേക്ക് തിരിക്കുകയും ചെയ്യും. 40 വർഷത്തിന് ശേഷം ഓസ്ട്രിയ സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി കൂടിയാണ് നരേന്ദ്രമോദി. തീർച്ചയായും എന്തായാലും ഇന്ത്യക്കാരെ സംബന്ധിച്ച് ആശ്വാസകരമായ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. രാകേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. നമ്മളിനി ദേശീയ വാർത്തകളിലേക്ക് എത്തുമ്പോൾ കനത്ത മഴയിൽ മുങ്ങിയിരിക്കുകയാണ് മുംബൈ. നഗരത്തിലെ പ്രധാന റോഡുകൾ വെള്ളത്തിൽ മുങ്ങിയതോടെ ജനജീവിതം സ്തംഭിച്ചു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. രാകേഷ് തുടരുന്നുണ്ട് നാഷണൽ ഡെസ്കിൽ നിന്നും. രാകേഷ്, വലിയ മഴയാണ് മുംബൈയിൽ മനസ്സിലാക്കുന്നു. റെഡ് അലേർട്ടാണ്. ഏതാണ് നിലവിലെ ഒരു സാഹചര്യം? മഴയ്ക്ക് ശമനമുണ്ടോ? ആ മഴയ്ക്ക് നേരിയ ശമനമുണ്ട് എന്ന് പറയാം ഭവ്യ. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ നേരത്ത് മുംബൈ നഗരം ഏതാണ്ട് റോഡുകളും ഒപ്പം തന്നെ റെയിൽവേ ട്രാക്കുകളും ഒക്കെ പൂർണ്ണമായും വെള്ളത്തിലായിരുന്നെങ്കിൽ ഇന്ന് അങ്ങനെയല്ല സാഹചര്യം. വെള്ളം താഴ്ന്നിട്ടുണ്ട് പല പ്രദേശങ്ങളിലും. കഴിഞ്ഞ ദിവസത്തെ ഇതുപോലെ ട്രെയിനുകൾ പൂർണ്ണമായി റദ്ദാക്കിയിട്ടില്ല. ചില ട്രെയിനുകളൊക്കെ തന്നെ റദ്ദാക്കിയിട്ടുണ്ടെങ്കിൽ പോലും റെയിൽവേ സ്റ്റേഷനുകളുടെ പ്രവർത്തനത്തെ ഒന്നും കാര്യമായി ബാധിച്ചിട്ടില്ല. പ്രത്യേകിച്ച് ഈ ഹാർബർ ലിങ്ക് ട്രാക്കിലാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിൽ വെള്ളം കയറിയിരുന്നത്. ഇപ്പോൾ പുലർച്ചെ 4:30 ഇവിടെ വെള്ളം കുറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇതിലൂടെ സർവീസ് ആരംഭിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ സെൻട്രൽ റെയിൽവേ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നലത്തേന് സമാനമല്ല സാഹചര്യം. പക്ഷേ പലയിടത്തും വെള്ളക്കെട്ടുണ്ട് എന്നത് വസ്തുതയാണ്. ഏതായാലും റെഡ് അലേർട്ട് തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് മുംബൈയിൽ. അടുത്ത 3 ദിവസം കൂടി ശക്തമായ മഴ തുടരുമെന്ന മുന്നറിയിപ്പ് കൂടി കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം നൽകുന്നുണ്ട്. ഇത് കണക്കിലെടുത്തുകൊണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. സർവകലാശാല പരീക്ഷകൾ മാറ്റിവെക്കുകയും ചെയ്തിട്ടുണ്ട്. മുംബൈയിൽ മാത്രമല്ല, താനെ ഒപ്പം തന്നെ പൂനെ അടക്കമുള്ള ജില്ലകളിലും സമാനമായ സാഹചര്യം തുടരുന്നു. അവിടെയും മഴയുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെയും ജാഗ്രത നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഭവ്യ, ഇതാണ് സാഹചര്യം. കനത്ത മഴയാണ് മുംബൈയിൽ. പക്ഷേ ഇപ്പോൾ മഴയ്ക്ക് നേരിയ ശമനമുണ്ടെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. രാകേഷ് തുടരുക. ജമ്മു കാശ്മീരിൽ സൈനിക വ്യൂഹത്തിന് നേരെ ആക്രമണം നടത്തിയ ഭീകരർക്കായി തിരച്ചിൽ തുടരുന്നു. അതിർത്തി മറികടന്നെത്തിയ ഭീകരരാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് നിഗമനം. ഇന്നലെയുണ്ടായ ആക്രമണത്തിൽ 5 സൈനികരാണ് വീരമൃത്യു വരിച്ചത്. രാകേഷ്, 5 സൈനികരെയാണ് ഇന്നലെ മാത്രം നമുക്ക് നഷ്ടപ്പെട്ടത്. ഏറെ വേദനിപ്പിക്കുന്ന വാർത്ത. 5 സൈനികർ വീരമൃത്യു വരിച്ചിരിക്കുന്നു. ഈ ഭീകരർക്കായുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണോ? അതിർത്തി കടന്നെത്തിയ ഭീകരരാണ് ഈ ഒരു ആക്രമണത്തിന് പിന്നിലെന്നാണോ ഇപ്പോൾ നിലവിലുള്ള നിഗമനം? ഭവ്യ, കട്ടുവയിലെ ബഡ്നോഡ ഗ്രാമത്തിൽ ഇന്നലെ വൈകിട്ട് ഏതാണ്ട് 3:10 ഈ ആക്രമണം നടക്കുന്നത്. അതായത് ആദ്യം ഗ്രനേഡ് എറിയുന്നു സൈനിക വാഹന വ്യൂഹത്തിന് നേരെ. അതിനുശേഷം 2 ഇടങ്ങളിൽ നിന്നും വെടിവെക്കുന്നു. ഏതായാലും ഈ സംഭവത്തിന് ശേഷം ഭീകരർ അവിടെ മറഞ്ഞിരുന്നു, പ്രദേശത്ത് ഓടിയൊളിച്ചു. പ്രത്യേകിച്ച് ഇത് വനപ്രദേശമാണ്. അതാണ് ഇപ്പോൾ ഈ തെരച്ചിലിന് ഒരു തടസ്സം നേരിടുകയും ചെയ്യുന്നത്. കൂടുതൽ സേന അവിടെ എത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും സൈന്യം ഇപ്പോൾ അറിയിക്കുന്നത്, സുരക്ഷാ സേന വ്യക്തമാക്കുന്നത്, അതിർത്തി കടന്നെത്തിയ ഭീകരരാണ് ഇത്തരത്തിൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഇത് നേരത്തെ കൂട്ടി ആസൂത്രണം ചെയ്തുകൊണ്ടൊരു ആക്രമണമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പെട്ടെന്നൊരു ഉണ്ടായതല്ല, മറിച്ച് കൃത്യമായ ആസൂത്രണത്തോടുകൂടിയാണ് ഈ ആക്രമണം നടത്തിയത് എന്നാണ്. കാരണം
നേരത്തെ തന്നെ ജമ്മു കശ്മീർ DGP അടക്കം വ്യക്തമാക്കിയിരുന്നതാണ് അതിർത്തി കടന്ന് ഭീകരർ ഇന്ത്യയിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. ഏതാണ്ട് 50-ലധികം ഭീകരർ പ്രവേശിച്ചിട്ടുണ്ടെന്ന് ജമ്മു കശ്മീർ DGP ഏതാണ്ട് ഒരു മാസം മുമ്പ് വ്യക്തമാക്കിയതാണ്. അതിനുശേഷം ജമ്മു കശ്മീരിൽ പല അക്രമങ്ങളും നടക്കുന്നു നമ്മൾ കാണുകയും ചെയ്തു. ഏതായാലും ഭീകരർക്കായുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. കഠുവയുടെ ഭൂപ്രദേശം അത് പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശമാണ്. ഒപ്പം ഒരു വശം പാകിസ്ഥാൻ, മറുവശത്ത് ഹിമാചൽ പ്രദേശും പഞ്ചാബും. അതാണ് കഠുവയുടെ ഒരു ഭൂപ്രകൃതി, അല്ലെങ്കിൽ അതാണ് കഠുവയുടെ സാഹചര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഭീകരർ ഈ വനപ്രദേശമായതുകൊണ്ട് തന്നെ അവിടെ ഒളിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ കൂടുതൽ സേനാംഗങ്ങൾ ഇപ്പോൾ ആ പ്രദേശത്ത് എത്തിക്കൊണ്ടൊരു തിരച്ചിൽ നടത്താനുള്ള തീരുമാനമാണ് ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും വീരമൃത്യു വരിച്ച 5 സൈനികർ അവരെ പഠാൻകോട്ടിലാണ് അവരുടെ മൃതദേഹം എത്തിച്ചിരിക്കുന്നത്. ഇന്ന് സൈനിക നടപടികൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകുകയും ചെയ്യും. ഭവ്യ. ശരി, നന്ദി. രാകേഷാണ് വിശദ വിവരങ്ങൾ പങ്കുവച്ചത്. വളരെ വേഗം മറ്റു പ്രധാന വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. കഴിഞ്ഞ 2 ദിവസമായി തുടരുന്ന കനത്ത മഴ മഹാരാഷ്ട്രയിൽ തുടരുകയാണ്. അതിൽ തന്നെ മുംബൈ നഗരത്തിൽ ശക്തമായ മഴ തുടരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇന്നലെ പെയ്ത മഴയിൽ നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലും വെള്ളം കയറിയിരുന്നു. പ്രത്യേകിച്ച് താഴ്ന്ന പ്രദേശങ്ങളൊക്കെ തന്നെ വെള്ളം കയറിയതോടുകൂടി ജനജീവിതം സ്തംഭിച്ചു. പ്രത്യേകിച്ച് വലിയ രീതിയിലുള്ള ഗതാഗത തടസ്സമുണ്ടായി. അതിന് സമാനമായ സാഹചര്യം ഇപ്പോഴും തുടരുകയാണ്. ഇന്ന് രാവിലെ വരുന്ന ദൃശ്യങ്ങൾ പ്രകാരം സമാനമായ സാഹചര്യം തന്നെയാണ്. പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെ തന്നെ, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പോയിന്റുകളിലൊക്കെ തന്നെ വെള്ളം കയറിയ അവസ്ഥയുണ്ട്. അതായത് ശക്തമായ മഴ ഇപ്പോഴും മുംബൈയിലും മഹാരാഷ്ട്രയുടെ പല ഭാഗങ്ങളിലും തുടരുകയാണ്. ഇതാണ് വലിയ രീതിയിലുള്ള പ്രതിസന്ധിക്ക് കാരണം. ഏതായാലും റെയിൽവേ സ്റ്റേഷൻ വീണ്ടും വാർത്തകളിലേക്ക്. കൂടോത്ര വിവാദത്തിൽ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് പ്രാഥമിക അന്വേഷണം തുടങ്ങി. കന്റോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണർക്ക് ലഭിച്ച പരാതിയാണ് കഴിഞ്ഞ ദിവസം മ്യൂസിയം പോലീസിന് കൈമാറിയത്. കേരള കോൺഗ്രസ് നേതാവ് H. ഹാഫീസ് ആണ് പരാതിക്കാരൻ. KPCC അധ്യക്ഷന്റെ വസതിയിൽ കടന്നുകയറി കൂടോത്രം വെച്ചതിനും മരണഭയമുണ്ടാക്കിയതിനും കേസെടുക്കണമെന്നാണ് പരാതിക്കാരന്റെ ആവശ്യം. ഡാൻ കുര്യൻ വിശദാംശങ്ങളുമായി ചേരുന്നു. ഡാൻ, നമ്മൾ തന്നെ പുറത്തുവിട്ട കൂടോത്ര വിവാദത്തിൽ ഇപ്പോഴിതാ അന്വേഷണം തുടങ്ങിയിരിക്കുന്നു. പോലീസ് പ്രാഥമിക അന്വേഷണമാണ് തുടങ്ങിയെന്ന് മനസ്സിലാക്കുന്നു. എന്താണ് വിശദാംശങ്ങൾ? ഇന്ന് പരാതിക്കാരനിൽ നിന്ന് മൊഴിയെടുക്കുന്ന തരത്തിലാണ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. മ്യൂസിയം സിഐയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമായിരിക്കും പരാതിക്കാരനായ കേരള കോൺഗ്രസ് നേതാവ് H. ഹാഫീസിൽ നിന്ന് ഇന്ന് മൊഴി രേഖപ്പെടുത്തുക. മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം ലഭ്യമാകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നീക്കങ്ങൾ എങ്ങനെ വേണമെന്ന കാര്യത്തിൽ ഒരു ധാരണയിലേക്ക് എത്തുക. നമുക്കറിയാം, കൂടോത്രം ഒരു ക്രിമിനൽ കുറ്റമായി നമ്മുടെ ശിക്ഷാ നിയമങ്ങളിൽ പരാമർശിച്ചിട്ടില്ലാത്തതിനാൽ ഈ പരാതിക്കാരൻ തന്നെ ഉന്നയിക്കുന്നത് പോലെ ജീവഭയം ഉണ്ടാക്കാനും അത് പള്ളിയിൽ കടന്നു കയറി കൂടോത്രം ശ്രമിച്ചതിന് അതിൽ പോലീസിന്റെ തുടർ നടപടികൾ എന്തായിരിക്കും എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും 4 ഇടങ്ങളിലാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏത് പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്യണമെന്നതടക്കമുള്ള കാര്യങ്ങളിൽ പോലീസ് വൃത്തങ്ങളിൽ തന്നെ ആശയക്കുഴപ്പം നിലനിന്നിരുന്നു. എന്തായാലും 1.5 വർഷം മുമ്പുള്ള ദൃശ്യങ്ങളാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തുവിട്ടത്. ആ ശബ്ദ സംഭാഷണം ഉൾപ്പെടെ പോലീസ് വിശദമായി തന്നെ പരിശോധിക്കും. അതിനുശേഷമായിരിക്കും തുടർ നീക്കങ്ങളുടെ ഭാഗമായി ഏത് തരത്തിലായിരിക്കണം FIR രജിസ്റ്റർ ചെയ്ത കേസുമായി മുമ്പോട്ട് പോകേണ്ടതെന്ന കാര്യത്തിൽ പോലീസ് ഒരു ധാരണയിലെത്തുക. ശരി, നന്ദി. ഡാൻ കുര്യനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. തെരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചർച്ച ചെയ്യാൻ CPIയുടെ 2 ദിവസത്തെ സംസ്ഥാന കൌൺസിൽ ഇന്ന് തിരുവനന്തപുരത്ത് ആരംഭിക്കും. സംസ്ഥാന കൌൺസിലിൽ പാർട്ടി സെക്രട്ടറി അവതരിപ്പിക്കുന്ന റിപ്പോർട്ടിൽ മുഖ്യമന്ത്രിയെപ്പറ്റി പരാമർശിക്കേണ്ടെന്ന് CPI എക്സിക്യൂട്ടീവിൽ ഇന്നലെ ധാരണയായിരുന്നു. തിരുവനന്തപുരം നഗരൂരിൽ യൂത്ത് കോൺഗ്രസ് DYFI സംഘർഷം. 8 DYFI പ്രവർത്തകർക്ക് പരിക്കേറ്റു. CPM ബ്രാഞ്ച് അംഗം അഫ്സൽ ഉൾപ്പെടെയുള്ളവർക്ക് നേരെയായിരുന്നു ആക്രമണം. തലയ്ക്ക് വെട്ടേറ്റ അഫ്സലിനെ അടിയന്തര ശസ്ത്രക്രിയയ്ക്കായി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുഹൈൽ, KSU ജില്ലാ വൈസ് പ്രസിഡന്റ് സഹിൽ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ആക്രമണമെന്ന് DYFI ആരോപിച്ചു. ബൈക്കുകളിലും കാറിലുമായി എത്തിയ സംഘം പ്രദേശത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ശേഷം ആക്രമിക്കുകയായിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് 2 പേർ പോലീസ് കസ്റ്റഡിയിലാണ്. BJP വിശാല സംസ്ഥാന നേതൃയോഗം ഇന്ന് തിരുവനന്തപുരത്ത്. പാർട്ടി ദേശീയ അധ്യക്ഷനും കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായ JP നദ്ദ നേതൃയോഗം ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന ഭാരവാഹികൾ, പഞ്ചായത്ത് ഏരിയ പ്രസിഡന്റുമാർ വരെയുള്ള യോഗത്തിൽ പങ്കെടുക്കും.
എറണാകുളം തേവര കുണ്ടന്നൂർ പാലം അറ്റകുറ്റപ്പണികൾക്കായി ഇന്ന് രാത്രി മുതൽ 2 ദിവസത്തേക്ക് അടച്ചിടാനുള്ള തീരുമാനം മാറ്റിവെച്ചു. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ പണി നടത്താൻ ബുദ്ധിമുട്ടായിരിക്കുമെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് തീരുമാനം. കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ വെള്ളിയാഴ്ച അറ്റകുറ്റപ്പണി ആരംഭിക്കും. ഡാനി പോളിന്റെ റിപ്പോർട്ട്. ശരി, ഡാനിപ്പോൾ നമുക്കൊപ്പം ചേരുന്നു. ഡാനി, ഈ മഴ കാരണമാണല്ലേ അതും ഈ ഒരു പണി അത് മാറ്റിവെച്ചത്? ഇപ്പോൾ എന്താണ് വലിയ മഴയുണ്ടോ ജില്ലയിൽ? നിലവിലിപ്പോൾ മഴ പെയ്യുന്നില്ല എങ്കിൽ കൂടിയും മഴയുള്ള ഒരു സാഹചര്യമാണ്. കാരണം വന്നും പോയും ഇരിക്കുന്ന രീതിയിലാണ് മഴ പെയ്യുന്നത്. മഴ ഒഴിഞ്ഞിട്ടില്ല, ഇപ്പോൾ മഴ പെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് അറ്റകുറ്റപ്പണികൾ തുടങ്ങാൻ വൈകുന്നത്. നമ്മൾ ഉള്ളത് ഈ തേവര കുണ്ടന്നൂർ പാലത്തിന് മുകളിലാണ്. രാവിലെ ഒരു ദൃശ്യം ഇതാണ്. കാരണം വലിയ രീതിയിലേക്ക് വാഹനങ്ങൾ ഗതാഗതക്കുരുക്കുണ്ടാക്കുന്ന രീതിയിലേക്ക് വരികയും ചെയ്യുന്ന റോഡിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് തീർത്തും ഈ ടാറിംഗ് ഉള്ള ഭാഗങ്ങളെല്ലാം തന്നെ വളരെ കുറഞ്ഞിരിക്കുന്നു. വലിയ രീതിയിലൊരു കുഴികളായിട്ട് പാലത്തിന് മുകളിൽ രൂപപ്പെട്ടിരിക്കുന്നു എന്നതാണ്. ഗതാഗതക്കുരുക്ക് എന്നതിനേക്കാൾ അപ്പുറം വലിയ അപകടങ്ങളും പലപ്പോഴും തന്നെ ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട്. ഇരുചക്ര വാഹനങ്ങളും ഓട്ടോറിക്ഷകളുമാണ് സ്ഥിരമായി ഇവിടെ ഈ അപകടത്തിൽപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നത്. അത് യാത്രക്കാർക്ക് രാത്രി കടന്നുപോകുക ഇതെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്ന ഒരവസ്ഥയുണ്ട്. അതുകൊണ്ടാണ് അടിയന്തരമായി അറ്റകുറ്റപ്പണികൾ നടത്തുക എന്നൊരാവശ്യം ഉന്നയിക്കപ്പെട്ടത്. അത് വളരെ നീണ്ടുപോവുകയും ചെയ്തിരുന്നു. ഇതിനുശേഷം അറ്റകുറ്റപ്പണികൾ നടത്താനായിട്ട് തിങ്കളാഴ്ച, അതായത് ഈ ദിവസങ്ങളിൽ അറ്റകുറ്റപ്പണികൾ നടത്താനാണ് തീരുമാനിച്ചിരുന്നത്. പക്ഷേ മഴ തുടരുന്ന ഒരു സാഹചര്യം മുൻനിർത്തിയാണ് ഇപ്പോൾ അത് മാറ്റിയിരിക്കുന്നത്. വെള്ളിയാഴ്ച രാത്രിയാണ് നിലവിൽ പാലം പൂർണ്ണമായി അടക്കാനായിട്ട് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ശനി ഞായർ ദിവസങ്ങളിലായിട്ട് അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയതിനു ശേഷം തിങ്കളാഴ്ച പാലം തുറന്നു കൊടുക്കാം എന്ന രീതിയിലാണ് ഇപ്പോൾ നിലവിലുള്ള ഒരു തീരുമാനം. ദേശീയപാത അതോറിറ്റി അധികൃതരാണിത് ഇപ്പോൾ നീട്ടിവെക്കണം. മഴ മൂലം അത് തുടങ്ങാൻ സാഹചര്യം ബുദ്ധിമുട്ടാണ് എന്ന് പറയുകയും ചെയ്തത്. പക്ഷെ അപ്പോഴും അവർ പറയുന്നുണ്ട് മഴ പൂർണ്ണമായും ഒഴിഞ്ഞാൽ മാത്രമേ വെള്ളിയാഴ്ചയും ഈ രീതിയിലുള്ള ഒരു പ്രവൃത്തിയിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നത്. കാരണം ഈ നിലവിൽ മഴ പെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ പാലത്തിലെ കുഴികൾ കാണാം. വലിയ കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് പൂർണ്ണമായും മഴ മാറിയതിനു ശേഷം മാത്രമേ അറ്റകുറ്റപ്പണികൾ നടത്താനായിട്ട് സാധിക്കുകയുള്ളൂ. തീർച്ചയായും മഴ അറ്റകുറ്റപ്പണികളെ വലിയ തരത്തിൽ ബാധിക്കും, അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ ഓരോ ദിവസവും മുന്നോട്ട് നീങ്ങും. നമ്മൾ ഇന്നലെ അവിടുത്തെ ആളുകളുടെ ആ പാളത്തിലൂടെ സഞ്ചരിക്കുന്ന ആളുകളുടെ പ്രതികരണം എടുത്തപ്പോൾ നടുപൊടിക്കുന്ന അവസ്ഥയാണ് എന്നടക്കം ആളുകൾ പറയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോ ദിവസവും മുന്നോട്ട് നീളുന്നത് യാത്രക്കാരെ സംബന്ധിച്ച് വലിയ ദുരിതം തന്നെയാണല്ലേ? ഒരു സംശയവും വേണ്ട. കാരണം യാത്രക്കാരുടെ ദുരിതം കൂടുതൽ ദിവസങ്ങളിലേക്ക് നീളുന്നു എന്നതാണ്. അല്പം മുമ്പ് സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞത് ഇന്ന് എന്ന് വേണമെങ്കിലും തുടങ്ങിക്കോട്ടെ, കാരണം ഞങ്ങൾ മടുത്തിരിക്കുന്നു, ഇതിലൂടെയുള്ളൊരു യാത്ര മടുത്തിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് പാലം അടിയന്തരമായ അറ്റകുറ്റപ്പണികൾ നടത്തുക എന്നൊരാവശ്യത്തിലേക്ക് അവർ വരുന്നു. കാരണം യാത്രാ ദുരിതം അത്ര കണ്ട ബുദ്ധിമുട്ടാണ് ഇതിലേക്ക് കടന്നു പോവുക എന്നത് സംബന്ധിച്ച് വളരെ പെട്ടെന്ന് എങ്ങനെ ജീവിക്കണതില്ലേ? എങ്ങനെ വണ്ടി ഓടിച്ചു പോണതിലേക്ക് സർക്കാർ എത്ര പെട്ടെന്ന് റെഡിയാക്കാൻ പറ. കേട്ടിരിക്കാം ആ ഒരു പ്രതികരണം. കാരണം എത്രയും പെട്ടെന്ന് ഇത് നന്നാക്കുക എന്ന് തന്നെയാണ് അവർ പറയുന്നത്. ഇതിലൂടെയുള്ള യാത്ര അത്ര കണ്ട് ദുരിതമാണ് അവർക്ക് സമ്മാനിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഇത് നന്നാക്കട്ടെ എന്ന് തന്നെ നമുക്കും പറയാം. ഇതിൽ മഴ മാറി വെള്ളിയാഴ്ചയോടുകൂടി നിർമ്മാണം തുടങ്ങാമെന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അപ്പുറത്തുനിന്ന് യാത്രക്കാരടക്കം പറയുന്നത് ഇതിൽ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത് എത്രയും പെട്ടെന്ന് നന്നാക്കണമെന്ന് തന്നെയാണ് അവർ പറയുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് മഴ പെട്ടെന്ന് മാറട്ടെ, യാത്രക്കാരുടെ ദുരിതം അവസാനിക്കട്ടെ എന്ന് നമുക്കും പ്രതീക്ഷിക്കാം. ഭവ്യ, തീർച്ചയായും അതുതന്നെയാണ് സാഹചര്യം. വളരെ വേഗം പാലം പണി പൂർണ്ണമായി യാത്രക്കാർക്ക് വിട്ടു നൽകാൻ സാധിക്കട്ടെ. ഡാനി പോളാണ് വിവരങ്ങൾ പങ്കുവച്ചത്. അങ്കമാലിയിൽ കിടപ്പുമുറിക്ക് തീപിടിച്ച് 4 പേർ മരിച്ചത് ആത്മഹത്യയെന്ന് സൂചന. കിടപ്പുമുറിയിൽ പെട്രോൾ സൂക്ഷിച്ചിരുന്നതായാണ് കണ്ടെത്തൽ. കഴിഞ്ഞ മാസം 8-ാം തീയതിയാണ് ബിനീഷ് കുര്യൻ, ഭാര്യ അനുമോൾ, മക്കളായ ജൊവാന, ജുസിൻ എന്നിവർ മരിച്ചത്. അങ്കമാലിയിലെ ബിനീഷ് കുര്യന്റെയും കുടുംബത്തിന്റെയും മരണം അത് ആത്മഹത്യയാണ് എന്ന നിലപാടിലേക്കാണ്, അത്തരമൊരു നിഗമനത്തിലേക്കാണ് പോലീസ് ഇപ്പോൾ എത്തുന്നത്. ഇതിന് ആധികാരികമാകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ പോലീസിന് ലഭിച്ച CCTV ദൃശ്യങ്ങളുടെ കൂടി ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ്.
വിനു കുര്യനെ ഇയാൾക്ക് ബിസിനസ് സംബന്ധമായ ഒരു വീഴ്ച സാമ്പത്തികമായ പരാധീനതകൾ ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹത്തിന് പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോൾ ക്യാനിൽ പെട്രോൾ വാങ്ങുന്നത് ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ഈ ക്യാനുമായി പെട്രോൾ പമ്പിൽ നിന്ന് വരുന്നതും അതോടൊപ്പം തന്നെ സ്വന്തം വീട്ടിലേക്ക് കയറിപ്പോകുന്നതുമായ ദൃശ്യങ്ങൾ സമീപത്തെ വീടുകളുടെ CCTV ദൃശ്യങ്ങളിൽ നിന്നെല്ലാം തന്നെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഇതിന്റെ കൂടി ഒരു അടിസ്ഥാനത്തിലാണ് കുടുംബം ഇത് ആത്മഹത്യയിലേക്കാണ് നീങ്ങിയിട്ടുള്ളത് എന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നത്. ആദ്യഘട്ടത്തിൽ ഇത് പറഞ്ഞിരുന്നത് വീടിന്റെ മുകൾ നില, ഇവർ താമസിച്ചിരുന്നത് വീടിന്റെ മുകൾ നിലയിലായിരുന്നു. നിലയിൽ പൂർണ്ണമായും തന്നെ അവർ മുറി അടക്കം വീട്ടുപകരണങ്ങളടക്കം വെന്തുപോകുന്ന രീതിയിലായിരുന്നു. അത്ര കണ്ട് തീ പടർന്നിരുന്നു. ഇതിൽ ഷോർട്ട് സർക്യൂട്ടാണ് ഇതിന്റെ ഒരു കാരണമെന്ന രീതിയിലൊരു വിലയിരുത്തലാണ് തുടക്കമുണ്ടായിരുന്നത്. കാരണം ആത്മഹത്യ ചെയ്യാനുള്ള കാരണങ്ങളോ മറ്റോ ഒന്നും തന്നെ വീട്ടുകാർക്ക് അറിയില്ലായിരുന്നു. സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു എന്ന് തന്നെയാണ് വീട്ടുകാർ ആ ഘട്ടത്തിൽ അറിഞ്ഞിരുന്നത്. അവർക്ക് ഇതായിരുന്നു അറിയാമായിരുന്നതും. എന്നാൽ പിന്നീട് പോലീസിന്റെ അന്വേഷണത്തിൽ അങ്ങനെയല്ല സാമ്പത്തിക സ്ഥിതി എന്നാണ് പോലീസ് മനസ്സിലാക്കുകയും ചെയ്തിരുന്നത്. അപ്പോൾ തുടക്കത്തിൽ അത് ഇതിൽ ഷോർട്ട് സർക്യൂട്ട് എന്ന രീതിയിലായിരുന്നു പോലീസിന്റെ അന്വേഷണം മുന്നോട്ട് പോയിരുന്നത്. എന്നാൽ വീട് മൊത്തമായും കത്തിപ്പോകുന്നൊരവസ്ഥയ്ക്ക് കാരണം എന്തെന്ന് പോലീസ് അന്വേഷിച്ചിരുന്നു. ആ ഒരു അന്വേഷണത്തിൽ വീട്ടിൽ നിന്നിന്റെ മുറിക്കകത്ത് നിന്ന് ലഭിച്ച ക്യാനിന്റെ അവശിഷ്ടങ്ങളെല്ലാം തന്നെ ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടത്തുകയും ഇങ്ങനെ പെട്രോൾ ഇതിവിടെ കരുതിയിരുന്നതായുമുള്ള കാര്യങ്ങൾ പോലീസിന് ലഭിക്കുകയും ചെയ്തിരുന്നത്. ഇനിയിപ്പോൾ ഇത് സ്ഥിരീകരിക്കാൻ രാസപരിശോധനാ ഫലങ്ങൾ കൂടി വരേണ്ടതുണ്ട്. വരും ദിവസങ്ങളിൽ അതുകൂടി എത്തുമ്പോൾ മാത്രമാണ് പോലീസ് ഇത് സംബന്ധിച്ച് ഒരു ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണത്തിലേക്ക് കടക്കുകയുള്ളൂ. നിലവിൽ ആത്മഹത്യയാണ് ഇവിടെ സംഭവിച്ചത് എന്ന രീതിയിൽ തന്നെയാണ് പോലീസ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്നത്. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്ത് ആദ്യ ചരക്ക് കപ്പലെത്താൻ 2 ദിവസം മാത്രം ബാക്കി. തുറമുഖത്തിന്റെ 10 നോട്ടിക്കൽ മൈൽ അകലെ രാജ്യാന്തര കപ്പൽചാലിൽ സാൻ ഫെർണാണ്ടോ എന്ന ചരക്ക് കപ്പൽ നാളെ രാത്രി നങ്കൂരമിടും. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനാകും കപ്പലിനെ ഔദ്യോഗികമായി വരവേൽക്കുക. ആദ്യ ചരക്ക് കപ്പലെത്തുന്ന പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷാ വലയത്തിലാണ് വിഴിഞ്ഞവും പരിസരവും. ഇന്ത്യയിലെ ആദ്യ മദർ പോർട്ടായ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്ത് ആദ്യ രാജ്യാന്തര ചരക്ക് കപ്പൽ എത്താൻ 2 ദിവസം മാത്രം ബാക്കി നിൽക്കുമ്പോൾ കേരളത്തിനൊപ്പം വിഴിഞ്ഞം എന്ന കൊച്ചു കടലോര ഗ്രാമവും ഏറെ അഭിമാനിക്കുകയാണ്. രാജ്യത്തിന്റെ തന്നെ വാണിജ്യ സ്ഥിരാകേന്ദ്രമായി കേരളത്തിലെ വിഴിഞ്ഞം എന്ന പ്രദേശം മാറുമ്പോൾ അത് മലയാളികളുടെ അഭിമാനമായി മാറും എന്നതിനപ്പുറം രാജ്യത്തിന് മുഴുവൻ അഭിമാനിക്കാവുന്ന നിസ്തുലമായ സംഭാവനകൾക്ക് കൂടിയാണ് വഴി തുറക്കുന്നത്. കപ്പലിനെ പുറം കടലിൽ നിന്ന് സ്വീകരിച്ച് ബർത്തിലേക്ക് അടുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കിയതായാണ് അദാനി പോർട്ട് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. ചൈനയിലെ സിയാൻമെൻ തുറമുഖത്ത് നിന്ന് അമേരിക്കയിലേക്ക് പോകുന്ന സാൻ ഫെർണാണ്ടോ എന്ന കപ്പലാണ് വിഴിഞ്ഞത്തേക്ക് 2 ദിവസത്തിനകം എത്തുന്നത്. ചൊവ്വാഴ്ചയോടെ കൊളംബോയുടെ ആഴക്കടലിൽ എത്തുമെന്ന നിർദ്ദേശമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. എന്തായാലും ബുധനാഴ്ച രാത്രിയോടെ വിഴിഞ്ഞം തീരത്ത് എത്തി തുറമുഖത്ത് നിന്ന് 10 നോട്ടിക്കൽ മൈൽ അകലെ നങ്കൂരമിടുന്ന തരത്തിലാണ് ഈ കപ്പലുമായി ബന്ധപ്പെട്ട അതിന്റെ മാനേജിംഗ് അധികൃതരുടെ നടപടികൾ തയ്യാറാക്കിയിരിക്കുന്നത്. വ്യാഴാഴ്ച പുലർച്ചെയോടെ പുറം കടലിൽ നിന്ന് പുറപ്പെട്ട് ബർത്തിൽ അടുപ്പിക്കുന്ന തരത്തിലുള്ള സാങ്കേതിക സംവിധാനങ്ങൾ മുഴുവൻ സജ്ജമാക്കിയിട്ടുമുണ്ട്. കപ്പലിൽ നിന്ന് ഏതാണ്ട് 2000 കണ്ടെയ്നറുകളായിരിക്കും വിഴിഞ്ഞത്ത് ഇറക്കുക. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയനായിരിക്കും കപ്പലിനെ ഔദ്യോഗികമായി വരവേൽക്കുക. രാത്രിയോടെ തന്നെ കപ്പൽ കൊളംബോ വഴി അമേരിക്കയിലേക്ക് പോകും എന്ന സൂചനകളും പുറത്തു വന്നിട്ടുണ്ട്. കപ്പലിന്റെ പുറംകടലിൽ നിയന്ത്രണം ഏറ്റെടുത്ത് ബർത്തിൽ അടുപ്പിക്കാനുള്ള ചുമതല ക്യാപ്റ്റൻ തുഷാർ കിനഗറിനാണ്. അദാനി തുറമുഖ കമ്പനിയുടെ വിഴിഞ്ഞത്തെ മറൈൻ മേധാവിയാണ് ഇദ്ദേഹം. ചൈനയിൽ നിന്ന് ക്രെയിനുകളുമായി തുറമുഖത്ത് ആദ്യമായി എത്തിയ ഷെൻഹുവ 15 ബർത്തിലേക്ക് അടുപ്പിച്ചതും തുഷാറിന്റെ നേതൃത്വത്തിലായിരുന്നു. ബർത്തിലേക്ക് ഈ കപ്പലിനെ അടുപ്പിക്കുന്നത് 4 ടഗുകളായിരിക്കും. ഡോൾഫിൻ ശ്രേണിയിലുള്ള 3ഉം ഓഷൻ പ്രസ്റ്റീജ് എന്ന ടഗും ഉൾപ്പെടെ 4 എണ്ണമാണ് കപ്പലിനെ വഴികാട്ടി തുറമുഖത്തെ ബർത്തിലടുപ്പിക്കാനുള്ള ദൌത്യത്തിൽ പ്രധാനമായി പങ്കെടുക്കുക. കപ്പലിന്റെ മുന്നിലും പിന്നിലും വശങ്ങളിലുമായി ടഗുകൾ നിരന്ന് അനുഗമിച്ചായിരിക്കും ഈ കപ്പലിനെ ബർത്തിലേക്ക് അടുപ്പിക്കുക.
കടലിൽ വെച്ച് കപ്പലിൽ കയറി ക്യാപ്റ്റൻ തുഷാർ നിയന്ത്രണം ഏറ്റെടുക്കുന്ന തരത്തിലാണ് ഇതിന്റെ സംവിധാനങ്ങൾ സജ്ജമാക്കിയിരിക്കുന്നത്. തുടർന്ന് എഞ്ചിൻ ഓഫാക്കിയ ശേഷം കപ്പലിന്റെ മുന്നിൽ 1-2 ടഗുകൾ കപ്പലിനെ മൂറിംഗ് റോപ്പ് എന്ന ബലശേഷിയുള്ള കയർ ഉപയോഗിച്ച് കെട്ടിവലിക്കും. അനുബന്ധമായി പിന്നിലും വശത്തുമുള്ള ടഗുകൾ തള്ളി കടൽപാത ക്രമീകരിച്ച് നൽകും. ഇങ്ങനെയായിരിക്കും സജ്ജീകരണങ്ങൾ. പുലിമുട്ടിന്റെ അവസാനമായ റൌണ്ട് ഹെഡിലെത്തിയ ശേഷം കപ്പലിനെ പതിയെ തിരിച്ച് ബ്രേക്ക് വാട്ടറിലേക്കായിരിക്കും കയറ്റുക. അവിടെ നിന്ന് ടഗുകൾ കപ്പലിനെ പതിയെ തള്ളി നീക്കി ബർത്തിന് സമാനമാക്കി നിർത്തിയാണ് അടുപ്പിക്കുന്നത്. തുടർന്ന് കണ്ടെയ്നറുകൾ ഇറക്കി വെക്കുന്ന തരത്തിലാണ് ക്രമീകരണങ്ങൾ. തുടർന്ന് ഈ കണ്ടെയ്നറുകൾ ഇറക്കുമ്പോൾ ശേഷിക്കുന്ന സ്ഥലത്ത് ക്രെയിനുകളുടെ സഹായത്തോടെ ബാക്കി കണ്ടെയ്നറുകൾ സമാന്തരമായി ഇറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളായിരിക്കും സജ്ജമാകുക. എന്തായാലും പതിറ്റാണ്ടുകൾ നീണ്ട ഒരു സ്വപ്നത്തിനാണ് വിഴിഞ്ഞം തീരത്ത് യാഥാർത്ഥ്യമാക്കാൻ പോകുന്നത്. 1988 വിഴിഞ്ഞം തുറമുഖം എന്ന ആശയം തന്നെ പല കോണുകളിൽ നിന്ന് ചർച്ച ചെയ്യപ്പെടുന്നത്. 36 വർഷങ്ങൾക്ക് ശേഷമാണ് അത് കൃത്യമായി യാഥാർത്ഥ്യത്തോട് അടുക്കുന്നത് എന്നതാണ് ശ്രദ്ധേയമായി എടുത്തു പറയേണ്ട കാര്യം. കേവലം ഒരാശയമായി തിരുവിതാംകൂർ മഹാരാജാവിന്റെ മനസ്സിൽ 1944 ഉദിച്ച ഒരു സ്വപ്നമാണ് 2024 യാഥാർത്ഥ്യത്തിലേക്ക് എത്തുന്നത് എന്ന് പറയുമ്പോൾ ദശാബ്ദങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു കേരളത്തിന്, വിഴിഞ്ഞത്തിന് ആ സ്വപ്ന തീരത്തേക്ക് അഭിമാനപൂർവ്വം തീരമണിയാൻ. സ്വാഭാവികമായി ഇന്ത്യൻ ഓഷ്യനിലെ തന്നെ, അതായത് ഇന്ത്യയുടെ ചരക്ക് നീക്കത്തിൽ നിർണായകമായ പങ്ക് വഹിക്കുന്ന തരത്തിലാണ് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം കേരളത്തിന് മുമ്പിൽ അല്ലെങ്കിൽ ലോകത്തിന് മുമ്പിൽ മിഴി തുറക്കാൻ പോകുന്നത്. അതായത് നേരത്തെ രാജ്യത്തേക്ക് ഈ ചരക്കുകൾ എത്തിയിരുന്നത് പ്രധാനമായും 4 മദർ പോർട്ടുകൾ വഴിയായിരുന്നു. ആ മദർ പോർട്ടുകളിൽ നിർണായകമായ ഒരു പങ്ക് വഹിക്കുന്ന തരത്തിലേക്ക് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം മാറുമ്പോൾ അത് ഇന്ത്യയുടെ കാർഗോ ക്യാപിറ്റലായി മാറും എന്ന കൃത്യമായ വിലയിരുത്തൽ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട അദാനി പോർട്ട് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഏതാണ്ട് 2000-ഓളം തൊഴിലവസരങ്ങൾ ആദ്യഘട്ടത്തിൽ പ്രത്യക്ഷമായും പരോക്ഷമായും ഉണ്ടാകുന്നു. അതിന് പിന്നാലെ അനുബന്ധ വ്യവസായ മേഖലകൾ കൂടി ഈ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിന്റെ കടന്നുവരവോടെ സ്വാഭാവികമായി ഈ നാടിന് മുഖച്ഛായ തന്നെ മാറുന്ന തരത്തിലേക്ക് ആ വികസന പദ്ധതികളൊക്കെ നടപ്പിലാകും എന്ന കൃത്യമായ വിലയിരുത്തലാണ് ഉള്ളത്. സ്വാഭാവികമായി ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധ വികസന പ്രവർത്തനങ്ങൾ അത് എവിടെ എത്തി നിൽക്കുന്നു എന്ന വലിയ ചോദ്യമുണ്ട്. റിംഗ് റോഡിന്റെ നിർമ്മാണം അടക്കമുള്ള കാര്യങ്ങളുണ്ട്. പ്രധാനമായി ഈ 2000 കണ്ടെയ്നറുകൾ ഇവിടേക്ക് ഇറക്കി വെക്കുന്ന ഒരു സാഹചര്യം അടുത്ത ദിവസം ഉണ്ടാകുമ്പോൾ പിന്നീട് ആ കണ്ടെയ്നറുകളുടെ ഒരു മൂവ്മെന്റ് ഇവിടെ നിന്ന് എങ്ങോട്ടായിരിക്കണം, അതിന്റെ ഗോഡൌണുകളിൽ ആ കണ്ടെയ്നറുകൾ സൂക്ഷിച്ച് അവിടുന്ന് സുരക്ഷിതമായി ഇത് മറ്റ് സ്ഥലങ്ങളിലേക്ക് അതിന്റെ മൂവ്മെന്റ് എങ്ങനെ കൊണ്ടുപോകും, അതടക്കമുള്ള കാര്യങ്ങളിൽ തുടർന്ന് നടത്തേണ്ടിയിരുന്ന വികസന പ്രവർത്തനങ്ങൾ അത് ഇഴഞ്ഞു നീങ്ങുകയാണെന്ന ഒരു വലിയ ആക്ഷേപമൊക്കെ ആദ്യഘട്ടം മുതൽ തന്നെ ഉയർന്നിരുന്നു. പക്ഷേ എത്രയും പെട്ടെന്ന് ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂടി പൂർത്തിയാക്കിക്കൊണ്ട് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം അത് ഇന്ത്യക്ക് മുഴുവൻ അഭിമാനമാകുന്ന തരത്തിൽ, മലയാള നാടിന്റെ അഭിമാനമാകുന്ന തരത്തിൽ, വിഴിഞ്ഞം എന്ന ഈ കൊച്ചു ഗ്രാമത്തിന്റെ പ്രശസ്തി ലോകം മുഴുവൻ ഉയർന്നു നിൽക്കുന്ന തരത്തിൽ അങ്ങനെയൊരു പരിണാമമായി അഭിമാനമായി മാറുന്ന ഒരു അഭൂതപൂർവമായ കാഴ്ചയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് മലയാളികൾ. എന്തായാലും ഈ ആദ്യമായി തുറമുഖത്തേക്ക് എത്താൻ പോകുന്ന ഈ കപ്പലിനെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഔദ്യോഗിക നടപടിക്രമങ്ങളൊക്കെ സർക്കാർ തലത്തിൽ തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ സ്വപ്നത്തോടെയാണ്, വലിയ പ്രതീക്ഷയോടെയാണ് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തേക്ക് ആദ്യമായി എത്തുന്ന അമ്മക്കപ്പലിനെ സ്വീകരിക്കാൻ കേരളവും വിഴിഞ്ഞവും ഒരുങ്ങുന്നത്. ക്യാമറമാൻ ബിബിൻ മുരളിക്കൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. താമരശ്ശേരി ചുരത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കാർ കത്തിനശിച്ചു. ചുരം കയറുകയായിരുന്ന കാറാണ് 9ാം വളവിന് താഴെ കത്തിനശിച്ചത്. കാറിന് മുന്നിൽ നിന്ന് പുക ഉയർന്നത് കണ്ട യാത്രക്കാർ പുറത്തിറങ്ങിയതോടെ വൻ ദുരന്തമൊഴിവായി. സിദ്ദിഖ് പന്നൂർ വിവരങ്ങളുമായി ചേരുന്നു. സിദ്ദിഖ്, കാറ് നമുക്ക് ആ ദൃശ്യങ്ങൾ വളരെ പേടിപ്പെടുത്തുന്നതാണ്. പൂർണ്ണമായി കാർ കത്തിനശിച്ചു. യാത്രക്കാർ പുറത്തിറങ്ങിയത് മഹാഭാഗ്യം എന്ന് പറയാമല്ലേ? തീർച്ചയായും ഭവ്യ, രാവിലെ ഏകദേശം ഒരു 6:30യോടെയാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശികളായ ഒരു സംഘം വയനാട്ടിലേക്ക് പോകുന്ന സമയത്താണ് അവർ ഏകദേശം ഇത് 9ാം വളവിന് തൊട്ട് താഴെയായിട്ട് വളരെ വീതി കുറഞ്ഞ ഒരു പ്രദേശമുണ്ട്. ഇവിടെ ഒരു പാറക്കെട്ടോട് ചേർന്നിട്ടുള്ള ഭാഗം. ഇവിടെ എത്തിയപ്പോഴാണ് പുക കാണുന്നത്. പെട്ടെന്ന് ഇവർ വാഹനം നിർത്തി പുറത്ത് ഇറങ്ങുകയാണ്. ഇറങ്ങിയ ഉടൻ തന്നെ ശക്തമായ മഴയുണ്ട് എന്നതാണ്, കനത്ത മഴയാണ്. ഈ മഴക്കിടെയാണ് ഈ കാറിന് ഈ രീതിയിൽ തീപിടിക്കുന്നത്. ഏതായിരുന്നാലും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ വലിയ രീതിയിലുള്ള തീപിടുത്തമുണ്ടായി.
പിന്നീട് കൽപ്പറ്റയിൽ നിന്ന് ഏകദേശം സമയത്തുള്ള ഫയർഫോഴ്സ് എത്തിയെങ്കിലും ഈ സമയത്ത് കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. പൂർണ്ണമായും കത്തി അമരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷേ യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു എന്നതാണ് ഏറ്റവും പ്രധാനമായി പറയാവുന്നത്. ഭവ്യ. ശരി, സിദ്ദിഖ് പന്നൂരാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ബാങ്ക് കവർച്ചയ്ക്കായി പിക്കാസ് വാങ്ങിയ കടയിൽ ഗൂഗിൾ പേയിൽ പണം നൽകിയത് മോഷ്ടാവിന് കുരുക്കായി. കോഴിക്കോട് രാമനാട്ടുകരയിലെ ജ്വല്ലറിയിൽ കവർച്ച നടത്തിയ പ്രതി പിടിയിൽ. മധ്യപ്രദേശ് സ്വദേശി നേക്മണി പട്ടേലാണ് പിടിയിലായത്. MS അനീഷ് കുമാർ വിവരങ്ങളുമായി ചേർന്നു. ഗൂഗിൾ പേ പണി കൊടുത്തല്ലേ അനീഷ്? തീർച്ചയായും അങ്ങേയറ്റം രസകരവും സാങ്കേതികമായ മികവും ഉപയോഗിച്ചാണ് വളരെ ലഘുവായി തന്നെ ഒരു ജുവലറി മോഷണ കേസിലെ പ്രതിയെ പോലീസ് പിടികൂടിയിരിക്കുന്നത്. ഇന്നലെ പുലർച്ചെയാണ് രാമനാട്ടുകരയിലെ ദുബായ് ഗോൾഡ് എന്ന സ്ഥാപനത്തിലെ ഭിത്തി തുരന്ന് മധ്യപ്രദേശ് സ്വദേശിയായ മോഷ്ടാവ് ഈ ജുവലറിക്കുള്ളിൽ കടന്നത്. ജുവലറിക്കുള്ളിൽ കടന്നപ്പോൾ ഈ ഒരു സെക്യൂരിറ്റി ജീവനക്കാരൻ ആദ്യം ശബ്ദം കേൾക്കുകയും മറ്റു ചില ജീവനക്കാരെയും വിളിച്ചു വരുത്തുകയും ചെയ്തു. ഇവരൊന്നാകെ ജുവലറിക്ക് അകത്തെത്തിയപ്പോഴും ഈ കള്ളൻ ജുവലറിയുടെ മറ്റൊരു ഭാഗത്തുണ്ടായിരുന്നു. അതിനുശേഷം ഇവർ ഇയാളെ പിടികൂടാനായി എത്തിയപ്പോഴേക്കും ഈ തുറന്ന ഭിത്തി വഴി തന്നെ ഇയാൾ പുറത്തേക്ക് ചാടി രക്ഷപ്പെടുകയായിരുന്നു. എന്തായാലും ഇതിന്റെ CCTV ദൃശ്യങ്ങൾ ഈ ജുവലറിയിലെ CCTVയിൽ പതിയുകയും ചെയ്തിരുന്നു. എന്നാൽ ആള് ആര് എന്നതിനെക്കുറിച്ച് പോലീസിന് ഒരു തുമ്പിൽ ലഭിച്ചില്ല. പക്ഷേ അപ്പോഴേക്കാണ് ഈ ജുവലറിക്കുള്ളിൽ ഈ കള്ളൻ ഉപേക്ഷിച്ചിട്ട് പോയ പിക്കാക്സ് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുകയും ഒരു പുതിയ പിക്കാക്സ് ആണ് ഇതെന്ന് കണ്ടെത്തുകയും ചെയ്തു. പിന്നീട് ഈ പിക്കാക്സ് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഈ രാമനാട്ടുകരയിലെ തന്നെ ഒരു ഹാർഡ്വെയർ സ്ഥാപനത്തിൽ നിന്നാണ് ഇത് വാങ്ങിയതെന്ന് കണ്ടെത്തുകയും ഇതിന്റെ പണം നൽകിയത് ഗൂഗിൾ പേ വഴിയാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. ഈ ഗൂഗിൾ പേ നമ്പർ പോലീസ് കണ്ടെത്തി. പിന്നീട് ഈ ഗൂഗിൾ പേ നമ്പറിലുള്ള മൊബൈൽ നമ്പറിന്റെ ഉടമയെ കണ്ടെത്തുകയും അയാളുടെ ഫേസ്ബുക്ക് പേജിലേക്ക് പോവുകയും ഈ ചിത്രങ്ങൾ ഡൗൺലോഡ് ചെയ്യുകയും ചെയ്തു. ഈ ചിത്രങ്ങളും ഈ ജുവലറിയിലെ CCTV ദൃശ്യങ്ങളിൽ പതിഞ്ഞ ദൃശ്യങ്ങളും ഒരാളുടേതാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇതിനുശേഷമാണ് മൊബൈൽ ഫോൺ ട്രേസ് ചെയ്ത് ഇയാളെ രാമനാട്ടുകര ബൈപ്പാസ് ഭാഗത്തുനിന്നും പിടികൂടുകയും ചെയ്തു. എന്തായാലും രണ്ട് കാര്യങ്ങളാണ് ഇതിൽ നിർണായകമായത്. ഒന്ന്, സെക്യൂരിറ്റി ജീവനക്കാരൻ കൃത്യസമയത്ത് അവസരോചിതമായ സമയോചിതമായ ഇടപെടൽ നടത്തി. രണ്ട്, ഈ ധൃതി വെച്ച് ഈ ജീവനക്കാർ ഓടിച്ചത് കൊണ്ട് തന്നെ അകത്ത് ഈ പിക്കാക്സ് ഉപേക്ഷിച്ച് പോയി. പുതിയ പിക്കാക്സ് ആയതുകൊണ്ട് തന്നെ സമീപത്തെ കടകളിൽ തന്നെ അന്വേഷിച്ചപ്പോൾ ഇതിനെക്കുറിച്ച് വിവരം ലഭിക്കുകയും ചെയ്തു. എന്തായാലും മധ്യപ്രദേശ് സ്വദേശിയായ മോഷ്ടാവ് കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി രാമനാട്ടുകരയിൽ JCB ഓപ്പറേറ്ററായും മറ്റുമൊക്കെ ജോലി ചെയ്തു വരികയാണ്. ഇയാളൊരു കമ്പ്യൂട്ടർ സയൻസ് ഡിപ്ലോമ ധാരിയായ ആൾ കൂടിയാണ് എന്ന് പോലീസ് പറയുന്നു. ശരി, MS അനീഷ് കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കോട്ടയത്ത് ബസ് കണ്ടക്ടറെ ആക്രമിച്ച സംഭവത്തിൽ പ്രതികരണവുമായി വിദ്യാർത്ഥിനി. കണ്ടക്ടർ വളരെ മോശമായി സംസാരിച്ചതിനെ തുടർന്നാണ് സംഭവങ്ങൾ ഉണ്ടായതെന്ന് 16-കാരി ന്യൂസ് 18നോട് പറഞ്ഞു. പോക്സോ കേസെടുത്താണ് കണ്ടക്ടർക്കെതിരെ അന്വേഷണം നടത്തുന്നത്. തിരുനക്കര എന്ന് പറഞ്ഞ ബസ്സിന് തിരിച്ചു വരികയായിരുന്നു. അന്നേരം ബസ്സിലെ കണ്ടക്ടർ ചോദിച്ചു, ഇന്ന പോലെ സ്കൂളിൽ പോയതാണോ അതോ വേറെ എല്ലാവരും കൊണ്ട് കറങ്ങാൻ പോയതാണോ എന്ന് ചോദിച്ചു. അന്നേരം ഞാൻ പറഞ്ഞു ഇന്നോലെ സ്കൂളിൽ പോയതാണെന്ന് പറഞ്ഞു. അന്നേരം കളർ ഡ്രസ്സ് ആയിരുന്നു ഇട്ടേക്കുന്നത്. ബാഗ് ഇരിക്കുന്നവരെ കൈ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ബാഗ് ഇരിക്കുന്നവരെ കൊടുത്തേക്കുമായിരുന്നു. കൊച്ചിനെ കണ്ടാൽ പറയത്തില്ലല്ലോ സ്കൂളിൽ പോയതാന്ന്, കറങ്ങാൻ പോയതാന്ന് പറയത്തുള്ളൂ എന്ന് പറഞ്ഞു. ആരെങ്കിലും കൂടി കാമുകനോട് കറങ്ങാൻ പോയതാണെന്നൊക്കെ ചോദിച്ച്. യൂണിഫോം കിട്ടിയില്ല, അതുകൊണ്ട് യൂണിഫോം ഇടാഞ്ഞെന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞ് ST എടുക്കത്തില്ല, കാർഡ് കാണിക്കണമെന്ന് പറഞ്ഞു. കാർഡ് കാണിക്കാൻ എൻ്റെ കാർഡ് ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞ് ST തരാനേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. വീട്ടിലാരും ഇല്ല, അമ്മ വെളിയിലാണ്, അച്ഛൻ മരിച്ചുപോയി, പിന്നെ ചേട്ടന്മാർ മാത്രമേ ഉള്ളൂ വീട്ടിൽ. അപ്പം എന്നോണ്ടെല്ലാം അവരോടാ പറയുന്ന എല്ലാ കാര്യവും. അപ്പം അവർക്ക് സ്വന്തം പെങ്ങളെ ആരാണെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴത്തേനും അടിക്കുകയൊക്കെ ചെയ്യില്ല. അങ്ങനെ അവർ ചെന്ന് ചോദിച്ചതാണ് ഇന്നലെ. എന്തായാലും കണ്ടക്ടർക്ക് മർദ്ദനമേറ്റ സംഭവത്തിലാണ് ഈ ഒരു ആക്രമണം നടത്തിയ ആളുകളും വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നത്. കണ്ടക്ടറുടെ ഭാഗത്ത് നിന്ന് ഈ പെൺകുട്ടിക്കെതിരെ അതിരൂക്ഷമായ രീതിയിലുള്ള പെരുമാറ്റമാണ് ഉണ്ടായത്. ആ പെൺകുട്ടിയുടെ മാനഹാനി വരുത്തുന്ന നിലയിലുള്ള പെരുമാറ്റമാണ് ഉണ്ടായതെന്നാണ് അവർ ആരോപിക്കുന്നത്. പ്രത്യേകിച്ച് സ്കൂളിൽ പോയി തിരിച്ചു വരുന്ന സമയത്ത് അങ്ങനെയല്ല, ഇത് മറ്റെവിടെയോ കറങ്ങിയിട്ട് വരികയാണ് എന്ന തരത്തിൽ അധിക്ഷേപിക്കുകയും അതിന് കുറച്ചുകൂടി മറ്റൊരു രീതിയിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അധിക്ഷേപിക്കുകയും ചെയ്തു എന്നുള്ളൊരു ആരോപണമാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും നിലവിൽ ഈ വിഷയത്തിൽ പോക്സോ കേസ് ഉൾപ്പെടെ എടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് 16-കാരിയാണ്. അതുകൊണ്ട് തന്നെ പോക്സോ കേസ് ഉൾപ്പെടെ രജിസ്റ്റർ ചെയ്തുകൊണ്ടാണ് കണ്ടക്ടർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കണ്ടക്ടർ ചൂണ്ടിക്കാണിക്കുന്നത് തൻ്റെ തലയടക്കം അടിച്ചു പൊട്ടിച്ചു, ഹെൽമെറ്റ് ഉൾപ്പെടെയുള്ള ഇത് ഉപയോഗിച്ചുകൊണ്ട് അടിച്ചു പൊട്ടിച്ചു എന്നുള്ളതാണ്. അത് പ്രകാരമുള്ള കേസും പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പുറത്തു വന്ന വീഡിയോ പ്രകാരം ഇവർ
കൈകൊണ്ട് മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ വരെയാണ് പുറത്ത് വന്നിട്ടുള്ളത്. എന്തായാലും ഇതിൽ ഇരു വിഭാഗങ്ങൾക്കെതിരെയും കേസ് നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. എന്തായാലും കണ്ടക്ടർ ക്രൂരമർദ്ദനത്തിന് ഇരയായി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ അതിന് മുന്നോടിയായി ഈ പെൺകുട്ടിക്ക് നേരെ ഇത്തരത്തിൽ ഒരു അധിക്ഷേപം നടത്തിയോ എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യം. എന്തായാലും ബസ്സിലുള്ളവരെ അന്ന് യാത്ര ചെയ്തവരുൾപ്പെടെ കണ്ടെത്തി തുടരന്വേഷണത്തിനാണ് ഉള്ള നീക്കങ്ങളാണ് നടക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പാക്കിൽ കവലയിൽ വെച്ച് വൈകുന്നേരം 4-ാം തീയതി വൈകുന്നേരമാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ പെൺകുട്ടി ആദ്യം യാത്ര ചെയ്യുകയും അവിടെ പൂന്തുരുത്തിലേക്ക് പോവുകയും ചെയ്തു, കോളനി ഭാഗത്തേക്ക് പോവുകയും ചെയ്തു. തുടർന്ന് ഈ പെൺകുട്ടി വീട്ടിൽ അറിയിച്ചപ്പോഴാണ് അവരുടെ മറ്റ് ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവർ ചേർന്നുകൊണ്ട് പാക്കിൽ കവലയിൽ വെച്ച് പിന്നീട് ഈ ബസ് തിരിച്ചെത്തിയപ്പോൾ തടഞ്ഞു നിർത്തുകയും ഈ കണ്ടക്ടർക്ക് നേരെ അതിക്രമം നടത്തുകയും ചെയ്തത്. എന്തായാലും ഇരു വിഭാഗത്തു നിന്നും പരാതിയുണ്ട്. ഇത് പോലീസും പരിശോധിച്ചു വരികയാണ്. ചിങ്ങവനം പോലീസാണ് കേസെടുത്ത് അന്വേഷണം നടത്തി വരുന്നത്. കോഴിക്കോട് കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള പണിക്കർ റോഡ് ഫ്ളാറ്റ് മേയർ ബീന ഫിലിപ്പ് സന്ദർശിച്ചു. ഫ്ളാറ്റിന്റെ ശോചനീയാവസ്ഥ ന്യൂസ് 18 പുറത്തുകൊണ്ടുവന്നത്. കോർപ്പറേഷനിലെത്തി മേയറെ കണ്ട താമസക്കാർക്ക് ഫ്ളാറ്റിൽ എത്തുമെന്ന് നേരത്തെ മേയർ ഉറപ്പ് നൽകിയിരുന്നു. MS അനീഷ് കുമാർ ചേരുന്നു വിവരങ്ങളുമായി. അനീഷ്, ഈ കോർപ്പറേഷൻ ഉടമസ്ഥതയിലുള്ള ഈ ഫ്ളാറ്റിന്റെ ദുരവസ്ഥ ന്യൂസ് 18 പുറത്തു കൊണ്ടുവന്നത്. ഇപ്പോൾ മേയർ എത്തി ആ ഫ്ളാറ്റിന്റെ അവസ്ഥ കണ്ടു എന്ന് മനസ്സിലാക്കുന്നു. ഒരു പരിഹാരമുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാമല്ലേ? തീർച്ചയായും നമ്മൾ ദിവസങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന വാർത്തയാണ് പണിക്കർ റോഡ് ഫ്ളാറ്റുമായി ബന്ധപ്പെട്ട്. ഇതിൽ നേരത്തെ തന്നെ മേയർ ഈ പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാവുമെന്ന് നമ്മോട് പറയുകയും ചെയ്തു. അതായത് താമസക്കാരെ താൽക്കാലികമായി മാറ്റിപ്പാർപ്പിച്ചുകൊണ്ട് ഈ ഫ്ളാറ്റ് നിൽക്കുന്ന സ്ഥലത്ത് പുതിയ ഒരു ഫ്ളാറ്റ് നിർമ്മിക്കുകയും കൂടുതൽ മുറികൾ ഉൾപ്പെടുത്തിയുള്ള കെട്ടിടം നിർമ്മിക്കുകയും ഇവിടുത്തെ അർഹരായ ആളുകൾക്ക് അവിടെ താമസം നൽകുകയും ചെയ്യുമെന്ന് പറഞ്ഞു. ഇതിനു ശേഷവും പിന്നീട് ഈ ശോച്യാവസ്ഥയിൽ തുടരുന്ന കെട്ടിടത്തിൽ നിന്നും മേൽക്കൂര ഇടിഞ്ഞു വീഴുകയും ഒരു വയോധിക അത്ഭുതകരമായി രക്ഷപ്പെടുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് വീണ്ടും പ്രതിഷേധവുമായി അല്ലെങ്കിൽ മേയറെ കണ്ട് പരാതി പറയുന്നതിനായി ഈ താമസക്കാരായ അമ്മമാർ കോർപ്പറേഷനിൽ എത്തുകയും ചെയ്തു. ഇതേ തുടർന്നാണ് മേയർ ഇന്ന് രാവിലെ ഇപ്പോൾ പണിക്കർ റോഡ് ഫ്ളാറ്റിൽ എത്തിയിരിക്കുന്നത്. എന്തായാലും ആ ഫ്ളാറ്റിലെ സ്ഥിതിഗതികൾ നേരിട്ട് കണ്ട് എത്രമാത്രം അപകടകരമാണ് അവിടെ താമസക്കാർ ജീവിക്കുന്നതിലൂടെ എത്രമാത്രം അപകടം ഉണ്ടാകുമെന്ന് മേയർക്ക് നേരിട്ട് ബോധ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു. ആളുകളുമായി ആശയവിനിമയം നടത്തുകയും മുറികൾക്കുള്ളിൽ കയറി അവർ പരിശോധിക്കുകയും ചെയ്തിരിക്കുന്നു. മേൽക്കൂരകൾ വിണ്ടുകീറിയ നിലയിൽ, ചുവരുകൾ അടർന്നു താഴേക്ക് വീഴുന്ന, അടുക്കളയിൽ പോലും പാചകം നടക്കാത്ത, മുകളിലത്തെ നിലയിൽ നിന്നും മാലിന്യം ഒഴുകുന്ന ജലം താഴേക്ക് വമിക്കുന്ന രീതിയിലുള്ള ആ അവസ്ഥ നേരിട്ട് മേയർ ബോധ്യപ്പെട്ടിരിക്കുകയാണ്. എന്തായാലും പുതിയ ഫ്ളാറ്റ് നിർമ്മിച്ചു നൽകും എന്ന ഉറപ്പ്, അടിയന്തരമായ സമയബന്ധിതമായ നടപടികൾ കൈക്കൊള്ളുമെന്ന ഉറപ്പ് മേയർക്ക് മേയർ ഈ താമസക്കാർക്ക് നൽകിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ വിവരം. ബന്ധപ്പെട്ടവരുടെ യോഗം ഉടൻ തന്നെ വിളിച്ചു ചേർത്ത് ഒരു ശാശ്വത പരിഹാരം, അതായത് ഈ സ്ഥലത്തെ ഫ്ളാറ്റ് പൊളിച്ചു നീക്കി പുതിയൊരു കെട്ടിടം, നല്ല അന്തസ്സുള്ള ഒരു കെട്ടിടം നിർമ്മിച്ച് ഇവരെ പുനരധിവസിപ്പിക്കുമെന്ന് മേയർ ഉറപ്പ് നൽകിയിരിക്കുന്നു. എന്തായാലും ന്യൂസ് 18 ഈ വാർത്ത കൃത്യമായൊരു ഇടപെടൽ വഴി സാർത്ഥകമായി മാറിയിരിക്കുന്നു. അവർക്ക് അധിക വൈകാതെ ഈ കെട്ടിടം പൊളിച്ചു നീക്കുകയും സുരക്ഷിതമായൊരു വാസസ്ഥലത്ത് അന്തിയുറങ്ങാൻ കഴിയുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്ന് നമുക്ക് പ്രത്യേകിക്കാം. അനീഷ്, അവിടുത്തെ ആളുകളെ സംബന്ധിച്ച് എന്ത് ചെയ്യുമെന്നറിയാതെ നിന്ന സമയത്താണ് അനീഷ് എത്തുന്നത്. നമ്മൾ ന്യൂസ് 18 ഈ വാർത്ത പുറത്തെത്തിക്കുന്നു. അതിനെ തുടർന്ന് ഇപ്പോൾ മേയർ എത്തിയത് സംബന്ധിച്ച് അവിടുത്തെ ആളുകളെ സംബന്ധിച്ച് അതൊരു വലിയ ആശ്വാസമായിരിക്കുമല്ലേ? കാരണം എന്ത് ചെയ്യുമെന്നറിയാതെ നിന്നൊരു സാഹചര്യത്തിൽ മേയർ എത്തുന്നു, മേയർ അത് കാണുന്നു. അപ്പോൾ എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ അവർക്കും ഉണ്ടാകുമല്ലേ? തീർച്ചയായും അവർക്ക് വലിയ പ്രതീക്ഷയാണുള്ളത്. കാരണം നേരത്തെ പലവട്ടവും ഈ വിഷയം സജീവ ചർച്ചയായി വരുന്നെങ്കിലും ഒരു തീരുമാനം ഉണ്ടാവാത്ത അവസ്ഥയിലായിരുന്നു. ഒരു കൃത്യമായ തീരുമാനം കൌൺസിലിൽ നിന്നോ മേയറിൽ നിന്നോ ഒന്നും ഉണ്ടാവാത്ത ഒരു സാഹചര്യമായിരുന്നു. എന്തായാലും നമ്മൾ ഈ വാർത്ത ചെയ്യുകയും ദൃശ്യങ്ങളടക്കം മേയറുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അവർക്ക് ഈ പ്രശ്നത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കുകയും ഇതൊരു അപകടകരമായ അവസ്ഥയിലേക്കാണ് ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതം മാറുന്നതെന്ന് കൃത്യമായി ധരിപ്പിക്കാൻ കഴിയുകയും ചെയ്തു. തുടരെ നമ്മൾ വീണ്ടും വാർത്തകൾ നൽകിയിരിക്കുന്നു. ഒപ്പം അവസാനം ഈ ഒരു പ്രതിഷേധത്തിലേക്ക് ഈ ജനങ്ങൾ തിരിയും എന്നൊരു ഘട്ടത്തിൽ എത്തുകയും ചെയ്തു. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് അടക്കമൊക്കെ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു പ്രതിഷേധത്തിലേക്കൊക്കെ നീങ്ങിയാൽ അതൊരു തിരിച്ചടിയാവുമെന്ന തിരിച്ചറിവ് CPM-നുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മേയർ ഈ കൃത്യമായി ഈ വിഷയത്തിൽ ഇടപെട്ടത്. ഇന്നലെ ആദ്യം ഈ വിഷയം പറഞ്ഞപ്പോഴും മേയർ വളരെ അനുഭാവപൂർവ്വം തന്നെയാണ് ഇവരോട് സംസാരിച്ചത്. ഞാൻ നാളെ രാവിലെ തന്നെ നിങ്ങളുടെ ഫ്ളാറ്റിലെത്തി സ്ഥിതിഗതികൾ കണ്ട് വിലയിരുത്തുമെന്ന് അവർ അറിയിച്ചു. നേരത്തെ 2 വർഷം മുമ്പ് ഒരു അന്വേഷണത്തിനായ ഒരു സമിതിയെ, അതായത്
പഞ്ചായത്ത് ഉദ്യോഗസ്ഥതല സംഘത്തെ നിയോഗിച്ചെങ്കിലും അവർ ഫ്ളാറ്റിൽ പരിശോധന നടത്തിയ ശേഷം ഇവിടെ താമസക്കാരും ഇല്ലെന്ന ഒരു വിവരമാണ് മേയറോട് പങ്കുവച്ചത്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് തുടർ നടപടികൾ നടന്നുമില്ല. ഇക്കാര്യം മേയർ നമ്മോട് അടക്കം പറയുകയും ചെയ്തിരുന്നു. എന്നാൽ നമ്മൾ കൃത്യമായി ചൂണ്ടിക്കാട്ടി അവർ പലരും ഈ അങ്ങേയറ്റം വാസയോഗ്യമല്ലാത്ത ഇടത്ത് താമസിക്കുന്ന അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് പലരും വാടകയ്ക്കും മറ്റും വീടെടുത്തും ബന്ധു വീടുകളിലേക്കൊക്കെ താമസം മാറ്റിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനും കഴിയാത്ത ആളുകളാണ് അങ്ങേയറ്റം നരകതുല്യമായ സാഹചര്യത്തിൽ ആ ഫ്ളാറ്റിൽ കഴിഞ്ഞുകൂടിയത് എന്നും മേയർ ധരിപ്പിച്ചിരുന്നു. എന്തായാലും അക്കാര്യങ്ങൾ അതേ അർത്ഥത്തിൽ അതേ സ്പിരിറ്റിൽ മേയർ ഉൾക്കൊണ്ടിരിക്കുന്നു. അവർ ഫ്ളാറ്റിൽ സന്ദർശനം നടത്തിയിരിക്കുന്നു. അടിയന്തരമായി തന്നെ നടപടികൾ കൈക്കൊള്ളുമെന്നും ഈ ഫ്ളാറ്റ് പഴകിയ ഫ്ളാറ്റ് പൊളിച്ചു നീക്കി അവിടെ പുതിയ ഫ്ളാറ്റ് നിർമ്മിച്ച് അർഹരായവരെ അവിടെ പുനരധിവസിപ്പിക്കുമെന്നും ഉറപ്പ് നൽകിയിരിക്കുന്നു. ഇനി സമയബന്ധിതമായി നടപടികൾ നടക്കുമെന്ന് വിചാരിക്കാം. കാലവർഷം തീരുന്നതിന് മുമ്പ് ഫ്ളാറ്റ് പൊളിക്കുന്നതിനുള്ള നടപടികളിലേക്ക് കടക്കുമെന്നറിയാം. നമ്മൾ ഇപ്പോൾ ഈ മേയർ ഇങ്ങനെ ഉറപ്പ് നൽകുന്നെങ്കിലും അതിന് ചില നടപടിക്രമങ്ങൾ ഇനിയും അവശേഷിക്കും. സർക്കാർ തലത്തിലെ ഉത്തരവ് വേണ്ടിവരും. ഈ കടലാസ് പണികൾ ഒരുപാട് ചെയ്യേണ്ടി വരും. കാരണം 40 വർഷത്തിലേറെ പഴക്കമുള്ള കേരളത്തിലെ ആദ്യത്തെ ഇത്തരത്തിലെ അടിസ്ഥാന വർഗ്ഗക്കാർക്കായി പ്രത്യേകിച്ചും മത്സ്യത്തൊഴിലാളികൾക്കായി നിർമ്മിച്ച ബഹുനില മന്ദിരം അന്നൊക്കെ വലിയ സൗകര്യങ്ങളുള്ള ഒരു കെട്ടിടമായാണ് അതിനെ വിലയിരുത്തുന്നത്. പക്ഷേ കാലത്തിന്റെ ഓട്ടത്തിൽ കാലം മാറി, കോഴിക്കോട് നഗരം മാറി. അപ്പോഴേക്കും ഏറ്റവും പരിമിതമായ സൗകര്യങ്ങളുള്ള ഒരിടമായി മാറി. നല്ല വെള്ളം കുടിക്കാൻ കഴിയാത്ത ദുർഗന്ധം വമിക്കുന്ന സാഹചര്യത്തിൽ ജീവിക്കുന്ന ആൾക്കാരായി ഈ ഫ്ളാറ്റിലെ ആളുകൾ മാറുകയാണ് ചെയ്തത്. എന്തായാലും നമ്മുടെ ഇടപെടൽ ഫലം കണ്ടിരിക്കുന്നു. മേയർ ഇക്കാര്യത്തിൽ ഇടപെട്ടിരിക്കുന്നു. നടപടിക്രമങ്ങൾ ഉടൻ ആരംഭിക്കുമെന്ന് മേയർ താമസക്കാർക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നു. ശരി, നന്ദി. എം.എസ്. സനീഷ് കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റു വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. വെള്ളം കയറിയതുകൊണ്ട് കഴിഞ്ഞ ദിവസം വിവിധ ട്രെയിനുകൾ റദ്ദാക്കിയിരുന്നു. അതിനുശേഷം ഈ വെള്ളം ഒഴിവാക്കി കളയാനുള്ള ചില നടപടികളും സെൻട്രൽ റെയിൽവേയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നെങ്കിൽ പോലും ആ നീക്കം പൂർണ്ണമായി വിജയിച്ചു എന്ന് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. കാരണം സെൻട്രൽ റെയിൽവേ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് ഇപ്പോൾ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെങ്കിൽ അനാവശ്യ യാത്രകൾ ഒഴിവാക്കണം എന്നൊരു അറിയിപ്പ് ഇപ്പോൾ സെൻട്രൽ റെയിൽവേ തന്നെ നൽകിയിട്ടുണ്ട്. മാത്രവുമല്ല നിരവധി ട്രെയിനുകൾ റീഷെഡ്യൂൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് പുറമെ ഇപ്പോൾ റെയിൽവേയുടെ അറിയിപ്പ് വന്നിട്ടുള്ളത് ചിലയിടങ്ങളിൽ പ്രത്യേകിച്ച് വെള്ളം കയറിയ മേഖലകളിൽ സർവീസ് റദ്ദാക്കി. കെഎസ്ഇബി MD ബിജു പ്രഭാകറിനെതിരെ രൂക്ഷ വിമർശനവുമായി CPM. തിരുവമ്പാടി ഏരിയ സെക്രട്ടറി VK വിനോദ് ബിജു പ്രഭാകരൻ ചെയ്ത കുറ്റം സർക്കാരിന് ഏറ്റെടുക്കാനാകില്ല. അതുകൊണ്ടാണ് റീകണക്ട് ചെയ്യാൻ സർക്കാർ ഉത്തരവിട്ടത്. ഒരാൾ അക്രമം നടത്തിയതുകൊണ്ട് അവരുടെ കണക്ഷൻ ഡിസ്കണക്ട് ചെയ്ത് അംഗീകരിക്കില്ലെന്നും VK വിനോദ് പറഞ്ഞു. KSEB വിഷയത്തിൽ LDF തിരുവമ്പാടിയിൽ നടത്തിയ പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു VK വിനോദ്. ബിജു പ്രഭാകർ എന്ന് പറയുന്ന IAS-കാരൻ ചെയ്തതിന്റെ കുറ്റമൊന്നും ഇപ്പോൾ സർക്കാരിന് ഏറ്റെടുക്കാൻ കഴിയില്ല. സർക്കാർ അത് അംഗീകരിക്കുന്നില്ല. ഞങ്ങളെ മുന്നണിയും അത് അംഗീകരിക്കുന്നില്ല. അതുകൊണ്ടാണല്ലോ ഡിസ്കണക്ട് ചെയ്തത് കണക്ട് ചെയ്യാൻ ഗവൺമെന്റ് തീരുമാനമാണ്, സർക്കാർ തീരുമാനമാണ്. ഡിസ്കണക്ഷൻ ഒരാള് അക്രമം നടത്തി എന്നുള്ളത് കൊണ്ട് ആ തീരുമാനം വെച്ച് ഡിസ്കണക്ട് ചെയ്ത കറണ്ട് പുനഃസ്ഥാപിക്കാൻ സർക്കാർ തീരുമാനമാണ്. ഞങ്ങളെല്ലാം ഇടപെട്ടതാണ്. അപ്പോ ബിജു പ്രഭാകരന്റെ തീരുമാനം ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് ഇതൊക്കെ എന്താ പറയുക, മാനുഷിക മൂല്യങ്ങൾ വെച്ചുകൊണ്ടുള്ള ഗവൺമെന്റിന്റെ നിലപാടാണ്. വന്യജീവികളുടെ ആക്രമണത്തിൽപ്പെടുന്ന ജനങ്ങൾക്ക് പ്രത്യേക പരിരക്ഷ നൽകാൻ സംസ്ഥാനം നിയമനിർമ്മാണം നടത്തണമെന്ന് ജോസ് കെ മാണി MP. ഇക്കാര്യം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയുമായി വിശദമായ ചർച്ച നടത്തിയതായി ജോസ് കെ മാണി വ്യക്തമാക്കി. പോലീസിന് പ്രത്യേക അധികാരം നൽകുന്ന തരത്തിൽ നിയമം വേണമെന്നാണ് ആവശ്യം. വന്യജീവികളുടെ ആക്രമണത്തിന് യാതൊരു കുറവും വരാതെ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യം കൂടി പരിഗണിച്ചാണ് സംസ്ഥാനത്ത് ഇക്കാര്യത്തിലൊരു പ്രത്യേക നിയമം തന്നെ കൊണ്ടുവരണം എന്ന നിലയിലേക്ക് ആവശ്യവുമായി ജോസ് കെ മാണി മുഖ്യമന്ത്രിയെ കണ്ടത്. ഡൽഹിയിൽ വെച്ചുള്ള കൂടിക്കാഴ്ചയിലാണ് ഇക്കാര്യത്തിൽ വിശദമായി മുഖ്യമന്ത്രിയോട് ഇക്കാര്യങ്ങൾ ആരാഞ്ഞതായി അദ്ദേഹം പറഞ്ഞു. നിലവിലുള്ള ഏതെങ്കിലും നിയമത്തിന്റെ ഭേദഗതിയിലൂടെ ഇത് സാധ്യമാകുമോ, അതല്ലെങ്കിൽ പുതിയ നിയമം എന്നതാണ്. ഇത് നിയമവകുപ്പുമായി ചേർന്നുകൊണ്ട് ഇക്കാര്യത്തിൽ വിശദമായ പഠനം നടത്തി വേണം ഇക്കാര്യത്തിൽ മുന്നോട്ട് പോകാൻ. കേരള കോൺഗ്രസിന്റെ അഭിഭാഷകരോടടക്കം ഇക്കാര്യത്തിൽ ആരാഞ്ഞിട്ടുണ്ട് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നമുക്ക് ഇപ്പോൾ ഉണ്ടാകുന്ന വന്യമൃഗം പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ ഹാബിറ്റാറ്റ് ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ, ജനവാസ കേന്ദ്രത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനെ വിളിച്ചല്ല സംരക്ഷണം എന്ന് പറയുന്നത്, അത് പോലീസിനെ വിളിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.
കാരണം ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനെ വിളിച്ച് പുറത്തേക്ക് ഇതാ വന്യമൃഗം വന്നു എന്ന് പറഞ്ഞാൽ വന്യമൃഗത്തിന് സംരക്ഷണം കൊടുക്കും, ജനത്തിനല്ല. അതാണ് അതിന്റെ ലോ പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ വന്നു കഴിയുമ്പോൾ നമുക്കത് പ്രാദേശികമായി കേരള സംസ്ഥാനത്ത് അങ്ങനെ ഒരു അമെന്റ്മെന്റോ ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കണം. ലോ സെക്രട്ടറി ഉൾപ്പെടെയുള്ളത് പരിശോധിച്ച് അങ്ങനെയാണെങ്കിൽ ആ പരിശോധന നടത്തി ഉടനടി ഒരു അമെന്റ്മെന്റ് ഇവിടെ നടത്തേണ്ടതുണ്ട്. ഞാൻ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് കഴിഞ്ഞ ദിവസം കേരള ഹൗസിലുണ്ടായിരുന്നു, നേരിട്ട് കണ്ട് ഒരു അരമണിക്കൂറിനോളം ഈ കാര്യങ്ങൾ ഞാൻ ചർച്ച ചെയ്തു. ജോസ് കെ മാണി എടുത്തു പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, അതായത് ഈ ഒരു വന്യജീവി ആക്രമണം ഉണ്ടായാൽ അവിടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെയാണ് നാട്ടുകാർ വിളിക്കേണ്ടി വരുന്നത്. ഫലത്തിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെത്തുകയും വന്യജീവികളെ തുരത്തുന്നു. ഫലത്തിൽ വന്യജീവികൾക്കൊരു സംരക്ഷണം ഉണ്ടാകുന്നു എന്നല്ലാതെ ഇതിനോട് പ്രതിരോധിക്കാൻ നിന്നാൽ തന്നെ നാട്ടുകാർക്കടക്കം കേസ് വരുന്ന സാഹചര്യമുണ്ട്. ഫലത്തിൽ പോലീസിന്റെ ഇടപെടലാണ് ഇക്കാര്യത്തിൽ ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് തന്നെ ഇതൊരു ക്രമസമാധാന പ്രശ്നം എന്ന നിലയിൽ ജനങ്ങൾക്ക് അതിൻ്റെതായ സംരക്ഷണം ലഭിക്കേണ്ടതുണ്ട്. ജനങ്ങൾക്ക് സംരക്ഷണം നൽകുന്ന ഒരു നിയമം ഉണ്ടാകണം എന്ന ആവശ്യമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. എന്തായാലും ഇതിന്റെ പ്രായോഗികത എത്രത്തോളം എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് വന്യജീവി സംരക്ഷണവുമായി ബന്ധപ്പെട്ടെല്ലാം കേന്ദ്ര നിയമങ്ങളുണ്ട്. കേന്ദ്ര ഭേദഗതി വേണമെന്ന ആവശ്യം കേരള കോൺഗ്രസും സംസ്ഥാന സർക്കാരും ഒക്കെ തന്നെ പല ഘട്ടങ്ങളിലായി മുന്നോട്ട് വെച്ചതുമാണ്. പക്ഷെ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ഇങ്ങനൊരു നിയമം സാധ്യമാണോ എന്നത് ഇനിയും വ്യക്തമല്ല. എന്തായാലും അതിനെക്കുറിച്ചുള്ള ആലോചനകൾ ഒരു പരിധിവരെ LDF-ൽ നടക്കുന്നുണ്ട് എന്നതാണ് ജോസ് കെ മാണിയുടെ വാചകങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. കയ്പമംഗലം കോരിക്കുഴി കമ്പനിക്കടവ് ബീച്ചിൽ വീണ്ടും അപകടം. മത്സ്യബന്ധനത്തിനിടെ വള്ളം മറിഞ്ഞ് 2 മത്സ്യത്തൊഴിലാളികൾക്ക് പരിക്കേറ്റു. ഇന്ന് പുലർച്ചെ 6:30യോടെയാണ് സംഭവം. മത്സ്യബന്ധനത്തിനായി മൂടുവെട്ടി വെള്ളം കടലിലേക്ക് ഇറക്കുന്നതിനിടെ വൻ തിരമാലയടിച്ച് വള്ളം മറിയുകയായിരുന്നു. അരവീട്ടിൽ പ്രേമന്റെ ഉടമസ്ഥതയിലുള്ള കൃഷ്ണ എന്ന വള്ളമാണ് അപകടത്തിൽപ്പെട്ടത്. വള്ളത്തിലുണ്ടായിരുന്ന പോണത്ത് രാജേഷ്, കുഞ്ഞിലോലപ്പറമ്പിൽ മുരളി എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വള്ളം ഭാഗികമായി തകർന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസവും വള്ളം മറിഞ്ഞ് 2 പേർക്ക് പരിക്കേറ്റിരുന്നു. തൃശൂരിൽ ആനയെ ഉപദ്രവിക്കുന്നത് ചോദ്യം ചെയ്തയാളെ പാപ്പാൻ ക്രൂരമായി ആക്രമിച്ചെന്ന് പരാതി. നാണു എഴുത്തച്ഛൻ ശങ്കരനാരായണൻ എന്ന ആനയുടെ പാപ്പാൻ അനീഷാണ് പുതുശ്ശേരി സ്വദേശി രാധാകൃഷ്ണനെ ആക്രമിച്ചത്. അനീഷ് തോട്ടി ഉപയോഗിച്ച് ആനയെ ഉപദ്രവിക്കുന്നത് ചോദ്യം ചെയ്തതാണ് പ്രകോപനത്തിന് കാരണം. തോട്ടി ഉപയോഗിച്ചുള്ള ആക്രമണത്തെ തുടർന്ന് നെറ്റിയിൽ പരിക്കേറ്റ രാധാകൃഷ്ണനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ അതിരപ്പള്ളിയിൽ റേഷൻ കട കാട്ടാനെ ആക്രമിച്ചു. കാലടി പ്ലാന്റേഷൻ അതിരപ്പള്ളി ഡിവിഷനിലെ 9ാം ബ്ലോക്കിലാണ് സംഭവം. പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിലെ റേഷൻ കടയാണ് കാട്ടാനെ ആക്രമിച്ചത്. വിവാഹത്തിന് മുൻപ് മാധ്യമങ്ങളെ കണ്ട് ആകാശ് അംബാനിയും പിതാവ് മുകേഷ് അംബാനിയും. ഹൽദി ദിനത്തിലാണ് ഇരുവരും മാധ്യമങ്ങളെ കണ്ടത്. വെള്ളിയാഴ്ചയാണ് ആനന്ദ് അംബാനിയും രാധികയുമായുള്ള വിവാഹം. सर ए इधर मत रे, अरे अबे क्या कर रहा है? ए पीछे धक्का मत मारो रे। വാർത്താരംഭം പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് ടൈംസ് കാണാം. നമസ്കാരം. റെയിൽവേയുടെ ഭാഗത്തുനിന്ന് വരുന്നു. ഇന്നലെ